സോ ഹൗ വാസ് റോൾസ് ചൈൽഡ്ഹുഡ് ലൈക്ക്? അതേപോലെ ഇപ്പോൾ റോളിൻ്റെ ആണെങ്കിലും മെയിൻ തിങ്, ഹൗ ഡിഡ് ഹി ഗെറ്റ് ഹിസ് തോട്ട് പ്രോസസ്? ആൻഡ് ഇപ്പം റോളിൻ്റെ ഒരു അപ്ബ്രിങ്ങിങ് എങ്ങനെയായിരുന്നു? വാട്ട് വെർ ദ തിങ്സ് യു ആർ പർട്ടിക്കുലർ അബൌട്ട്? ഓക്കെ, ഞാൻ എൻ്റെ മോനെ വളർത്തുമ്പോഴത്തെ ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്തായാലും ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോഴാ നോട്ട്ബുക്ക് ഒന്ന് എടുക്കുന്നത് എൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി. ബേസിക്കലി ഈ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആർ ഇൻ എവറി ഫീൽഡ്. അത് ഡോക്ടർ ആയാലും ശരി, നേഴ്സ് ആയാലും ശരി, എഞ്ചിനീയർ ആയാലും ശരി, ഫുട്ബോളർ ആണെങ്കിലും ശരി, പാട്ടുകാരനാണെങ്കിലും ശരി, എനിത്തിങ് ദാറ്റ് യു ക്യാൻ ഡു. ആസ് എ പേരൻറ്റ് എനിക്ക് തോന്നുന്നില്ല നമ്മൾ പിള്ളേരെ ഒരു കാര്യം പഠിപ്പിക്കണം. കാരണം നിങ്ങൾ ഓൾറെഡി ഔട്ട്ഡേറ്റഡ് ആണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് പഠിക്കാനുള്ളതെല്ലാം നിങ്ങൾ ചെയ്തു. അത് വാട്ട് എവർ യു ആർ, ഇറ്റ് ഈസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ലെറ്റ് യുവർ കിഡ്സ് ഡു. ഓക്കെ, അവർക്ക് എന്താണ് ആഗ്രഹം? ഇപ്പോൾ എനിക്ക് എൻ്റെ മോനെ ഫുട്ബോളർ ആക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. റൗൾ ഗോൺസാലസ്, അങ്ങനെ എൻ്റെ പേര് വന്ന്. നമ്മുടെ CBSE സ്കൂളും ഗവൺമെൻറ് സ്കൂളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തായിരിക്കും? ഇത് ഒരുമാതിരി ഐഫോണും ആൻഡ്രോയിഡും മേടിക്കുന്ന പോലാണ്. സോ വി ബോത്ത് ഡോണ്ട് സപ്പോർട്ട് ഐഫോൺ ദാറ്റ് മച്ച്. സോ അതുകൊണ്ടാണ് ആ കമ്പാരിസൺ. These three things, me being able to exercise, me learning that leadership, that quality, me getting content ideas, and fourth but not the least, socializing. That is why I like government school. ഞങ്ങളുടെ ക്ലാസ്സിൽ മിക്ക കുട്ടികൾ കൊമേഴ്സ് എടുത്തേക്കുന്നത് ജസ്റ്റ് ഫോർ മാർക്സ്. 10th വരെ പഠിച്ചിരുന്ന മിക്ക കുട്ടികൾ ജസ്റ്റ് ഫോർ മാർക്സ്. ദേ ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ഫോർ ദി ഇൻട്രസ്റ്റ് ഓർ ഇത് ഉപയോഗമാവും ഇൻ ദ ഫ്യൂച്ചർ. ദേ ജസ്റ്റ് ലേണിംഗ്. ടീച്ചർ പറഞ്ഞു ഓക്കെ, ആക്ടിവിറ്റി ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. പിന്നെ കോമൺ സെൻസ് പറയുന്ന സാധനം ആരും അധികം ഉപയോഗിക്കത്തില്ല. ഇറ്റ്സ് നോട്ട് വെരി കോമൺ, ദാറ്റ്സ് എ ഫാക്ട്. പിന്നെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അവർക്ക് അവരുടെ ബുദ്ധി അധികം ഉപയോഗിക്കണ്ട. ദേ വാണ്ട് ടു ഫൈൻഡ് ദ ഈസിയസ്റ്റ് വേ ഔട്ട്. See, if you follow your passion, then don't follow money, because money will automatically come. പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു സാധനം മോസ്റ്റ്ലി ആൾക്കാരുടെ കയ്യിലില്ല. അവർക്കെല്ലാം പെട്ടെന്ന് വേണം. ഈ പെട്ടെന്ന് വേണമെന്ന് പറയാൻ ഓടുമ്പോഴാണ് മൂക്ക് കുത്തി താഴെ വീഴുന്നത്. ദേ ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് അപ്പ്. സി, ബിസിനസ്സിലാണെങ്കിലോ ലൈഫിലാണെങ്കിലോ things are not that difficult. It's how you see things. ഇപ്പോഴത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലെ ഫോൾട്ട് എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ദ ഹോൾ തിങ് കോൺസെൻട്രേറ്റ്സ് ആൻഡ് റിവോൾവ്സ് അറൗണ്ട് മാർക്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ്. ഓക്കെ, നോട്ട് ഓൺ യുവർ ക്രിയേറ്റിവിറ്റി ഓർ സ്കിൽ. അപ്പം ഈ പേരൻസ് മാർക്കിൻ്റെ ബേസിൽ മാത്രം അളക്കുകയും ചെയ്യും. ഈ കുട്ടികളുടെ സ്കില്ല് വെച്ചിട്ട് അവർക്ക് മുകളിലോട്ട് പോകണം എന്നുള്ള ഡ്രീംസിനെ കട്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. സോ ഇവിടെ ആണെങ്കിലും നമ്മൾ മെൻറ്റേഴ്സിനെ എടുക്കുമ്പോൾ പോലും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, വി വാണ്ട് അവർ സ്റ്റുഡൻസ് ടു ലേൺ ഫ്രം ദ എക്സ്പേർട്സ്. I'm Sugun SP, CEO by degree. We are into digital businesses and we are running an online digital businesses education platform. അവിടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കോഡിംഗ്, ഫിറ്റ്നസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ആൻഡ് വി ടീച്ച് പീപ്പിൾ, അല്ലെ സ്റ്റുഡൻസ്, ഓൺ ഹൗ ടു മേക്ക് മണി. ഈ ഒരു പോഡ്കാസ്റ്റ് കുറച്ചുകൂടി ഡിഫറെൻറ്റാണ്. എന്നാൽ ഞാൻ ഇൻട്രോ പറയുന്നത്, എന്നാൽ ഇനി ഇവർ രണ്ടുപേരായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. എന്നെ ഇങ്ങനെ ഉണ്ടാക്കിയ മുതൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എനിക്കിനി സംസാരിക്കാൻ പറ്റില്ല. കണ്ടില്ലേ ഇതായിരിക്കും നമ്മുടെ പോഡ്കാസ്റ്റ്. Continue guys, തുടങ്ങിക്കോ. I am at one of the best podcast in the world. ഞാൻ ഇതിൻ്റെ മുമ്പ് പോഡ്കാസ്റ്റ് ചെയ്ത് നല്ല വൈബായിരുന്നു, അടിപൊളിയായിരുന്നു. സുബിൻ ചേട്ടൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ. ചേട്ടൻ നല്ല വിളിക്കണ്ട. ഓക്കെ, ഞാൻ മുമ്പേ വേറെ വിളിച്ചു. അപ്പം സോ ചേട്ടൻ്റെ കൂടെയാണ്. പിന്നെ എൻ്റെ അപ്പൻ്റെയും കൂടെയാണ്. എന്നെ ഉണ്ടാക്കിയ പോലെ കുറേ കാര്യം എൻ്റെ അപ്പനാണ് ഏറ്റുള്ളത്. കുറേ ശരി, ഇൻട്രോ ചെയ്തോട്ടെ. ഇതാണ് നമ്മുടെ പോഡ്കാസ്റ്റ്. ഇങ്ങനെ ആയിരിക്കും ബാക്കി നടക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഗൈസ്, ഞങ്ങൾ മീറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾ ലഞ്ചിനാണ് മീറ്റ് ചെയ്തത്. റോളിൻ്റെ ഫാദറും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ കഥ പറഞ്ഞു, റോളിനോട് ഏഴ് കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ ഫാദറുമായിട്ട് നമ്മളൊരു കാഷ്വൽ കോൺവെർസേഷനിൽ ഏർപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് OG കണ്ടന്റ് ആയാലും കേരളം കത്തേണ്ട കണ്ടൻസ് ഉള്ള ഒരു കോൺവെർസേഷനാണിത്. അങ്ങനെയാണ് നമ്മളിവിടെ പോഡ്കാസ്റ്റിൽ എത്തിയത്. ഈ പോഡ്കാസ്റ്റ് ഞങ്ങൾ ഇരുന്നപ്പോൾ തന്നെ റോൾ ആദ്യം പറഞ്ഞു, 8 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ പേഴ്സണൽ ബ്രാൻഡ് നശിപ്പിക്കരുതെന്നായിരുന്നു റോളുടെ ഫസ്റ്റ് ഡിമാൻഡ്. സോ ഹിയർ വി ഗോ, വി ഹാവ് റോൾസ് ഫാദർ. സോ വിൽ ഹിയർ എ ലോട്ട് ഫ്രം ഹിം about role about me. I am ready to role as a parent. അതേപോലെ നമ്മുടെ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അങ്ങനെ കുറേ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. വിൽ ഗോ വിത്ത് ദ ഫ്ലോ. അപ്പം ഇതിൽ ഐ വുഡ് ലവ് ടു സ്റ്റാർട്ട് വിത്ത് എ ക്വസ്റ്റ്യൻ. അപ്പം ഇതിലേറ്റവും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ ഒരു കാര്യവും എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യവും,
ഏറ്റവും റെലവൻറ്റ് ഇൻ കേരള എന്നുള്ള കാര്യവും അതേപോലെ ഏറ്റവും എംബാരസിങ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വൈ ഡിഡ് യു സപ്പോർട്ട് യുവർ സൺസ് ഡ്രീംസ്? കാരണം ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. കാരണം നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ അപ്പന്മാർ മക്കളുടെ സ്വപ്നം സപ്പോർട്ട് ചെയ്യുന്നുള്ളതല്ല, മക്കളുടെ സ്വപ്നം എന്താണെന്ന് പോലും പല അപ്പന്മാർക്കും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും റിയാലിറ്റി. കാരണം ഇവിടെ നമ്മൾ സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കുമല്ലോ, സ്റ്റുഡൻസിനായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും എല്ലാവരും പറയുന്ന കേസ് വീട്ടിൽ ഇഷ്ടമല്ല, വീട്ടുകാർക്ക് ഇഷ്ടമല്ല. മേ ബി ഇഫ് യു ടോക്ക് ടു 100 സ്റ്റുഡൻസ് 70 ഓഫ് ദം പറയുന്നൊരു കാര്യം ഇതാ. അങ്ങനെ അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടിരുന്ന് കരഞ്ഞ് വീട്ടിൽ ബഹളം വെച്ചിട്ടൊക്കെ ഇതൊക്കെ ഓരോന്ന് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ വേണം അവർക്ക് ഡിഗ്രി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടും ഒരപ്പന്മാർ സമ്മതിക്കാതെ. ഐ തിങ്ക് നമ്മൾ കുറേ പേരൻസിനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞൊരു എംബാരസിങ് ചോദ്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ കേരളത്തിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വൈ ഡിഡ് യു സപ്പോർട്ട് യുവർ സൺസ് ഡ്രീം? ഞാനിത് പറയുന്ന റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ ഓട്ടോമാറ്റിക്കലി സപ്പോർട്ട് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ആസ് എ പേരൻറ്റ് യു ഓട്ടോമാറ്റിക്കലി വിൽ സപ്പോർട്ട് യുവർ സൺ. ഐ തിങ്ക് എല്ലാ പേരൻസും അവരുടെ മക്കളെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ അവിടെ ഈ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ അവരുടെ ഒരു വിചാരമുണ്ട് അവർക്ക് എല്ലാം അറിയാവുന്നു. ഓക്കെ, അവർ ലോകം മൊത്തം കണ്ടു, ജീവിതം മൊത്തം കണ്ടു. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ നെപ്പോ എന്ന് പറയുന്നത്, ഓക്കെ, ഫാദർ ആക്ടറാണെങ്കിൽ മക്കളെ ആക്ടറാണ്, ഫാദർ ലോയർ ആണെങ്കിൽ മക്കൾ ലോയർ ആകണം. പക്ഷെ അതിൽ പകരം മക്കൾക്ക് എന്താ വേണ്ടത്? മെയിനായിട്ട് ഫാദർ ഡോക്ടർ ആണെങ്കിൽ മക്കൾ ഡോക്ടർ ആവണം, മരുമക്കൾ വരെ ഡോക്ടർ ആവണം. ദാറ്റ്സ് തിങ്. ഇപ്പം എൻ്റെ അച്ഛൻ ഡോക്ടറാണ്. അപ്പം ഐ ഹാഡ് ദിസ് പ്രഷർ ഫ്രം എവ്രി വൺ. എൻ്റെ അമ്മ, റിലേറ്റീവ്സ് എല്ലാവരും, റിലേറ്റീവ്സ് വരെ. കാരണം ഇവർ 6 മക്കൾ, അച്ഛനാണ് ഏറ്റവും ഇളയത്, അച്ഛൻ മാത്രമേ ഉള്ളൂ അത്രയും പഠിച്ചിട്ടുള്ളതും. അപ്പം ആളാണ് ഡോക്ടറാണ്. അപ്പം എല്ലാവരും ഈ കുഞ്ഞിലോട്ടുള്ള എൻ്റെ പ്രശ്നം, മോനും ഡോക്ടറാവുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു നിങ്ങൾ. അമ്മ ഈസ് ലൈക്ക്, ഓക്കെ ഞാൻ ഡോക്ടറായില്ല, തിരിഞ്ഞുപോയി. അപ്പോൾ അനിയനെ ഡോക്ടറാവണം. അവനും ഇപ്പം മറ്റേ ബിസിനസ്സാണ്. പക്ഷേ ഈസ് എ ഡബിൾ ഡിഗ്രി ഹോൾഡർ, LLB വക്കീലാണ്. ഈ ഒരു കാര്യം പറയുമ്പോഴാണ് രസം. ഓക്കെ, ഒന്നാമത്തെ കാര്യം ബിസിനസ് ചെയ്യാൻ നമ്മുടെ സൊസൈറ്റി പറയുവാണെങ്കിൽ അയ്യോ ഒരു രക്ഷയില്ല, ബിസിനസ് ചെയ്യരുത്. ഇനിയും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അയ്യോ അത് ഗാംബ്ലിംഗ് ആണ്. നമ്മുടെ സമൂഹത്ത് ബേസിക്കായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഗോയിങ് ഫോർ എ ജോബ് ഈസ് ദ നോർമൽ തിങ്. പോവാ, ഗവൺമെന്റ് ജോലി ആണെങ്കിൽ ഏറ്റവും അടിപൊളി. മറ്റേ കല്യാണ മാർക്കറ്റ് വരെ പറയും ഗവൺമെന്റ് ജോലി ആണെങ്കിൽ. പിന്നെ പെണ്ണുങ്ങളാണെങ്കിൽ നേഴ്സ് ആവുക, അല്ലെ ടീച്ചർ ആവുക, അതൊക്കെയാണ്. ഭർത്താക്കന്മാരെവിടെ പോകുന്നു അവരുടെ പുറകെ പോയി അവരുടെ ജോലി, അല്ലെങ്കിൽ ഭർത്താക്കന്മാരെയും കൊണ്ടുപോകാം, ഭർത്താക്കന്മാരെ കൊണ്ടുപോകാം. യെസ്, ഇന്റർനാഷണലി ഓഫ് കോഴ്സ്. ഫോർ നഴ്സസ് ഏറ്റവും ഡിമാൻഡ് നഴ്സസിനാണല്ലോ. അതെ എന്ന് വെച്ചാൽ ഡോക്ടർ, എഞ്ചിനീയർ, പിന്നെ പെണ്ണാണെങ്കിൽ നേഴ്സ്. അതായിരുന്നു എൻ്റെ ഒരു സമയത്തെ ട്രെൻഡ്. അത് കഴിഞ്ഞിട്ടാണ് തന്നെ നടക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടാണ് പിള്ളേരെ നമ്മൾ സ്കൂളിൽ വിടാൻ പോകുമ്പം സുബിൻ ചോദിച്ചതുപോലെ തന്നെ പേരൻസിൻ്റെ ഇഷ്ടമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ പറയുമല്ലോ, ഇവിടെ ഇഷ്ടംപോലെ ഗ്രാജുവേറ്റ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, ഇവർക്കൊന്നും ജോലി കിട്ടുന്നില്ല. കാരണം ഇവർ പഠിക്കുന്നത് എന്താണെന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല. MBA പോയി പിള്ളേർ പഠിക്കും. എന്തുവാണ് MBA കൊണ്ട് എന്താണ് ചെയ്യുന്നത് ഒരു പിടിയില്ല. BCA എടുക്കും, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അത് പോയി പഠിക്കുന്നത് ബേസിക്കലി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയാണ്. പക്ഷേ പഠിച്ചു കഴിഞ്ഞാലും അവർക്ക് പ്രോഗ്രാമിംഗ് എന്താണെന്ന് മോസ്റ്റ്ലി ആൾക്കാർക്ക് അറിയില്ല. പിന്നെ ഒരു ജോലി സീനിൽ വരുമ്പോൾ മാത്രമാണ് അവർക്കൊരു ട്രെയിനിങ് കിട്ടുമ്പോഴാണ് അയ്യോ ഇതൊക്കെയാണല്ലോ എനിക്ക് പഠിക്കേണ്ടതെന്ന് അറിയുന്നത് തന്നെ. അല്ല ഒരു ഇൻ്റർവ്യൂവിന് അവർക്ക് പോയി ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം they don't know what they studied. നമ്മളീ പഠിക്കുന്നത് മൊത്തം ഒരു ഇൻ്റർവ്യൂ പോയിട്ട് അവർക്ക് മനസ്സിലാക്കാനാണ് നമുക്ക് അവരുടെ റിക്വയർമെൻറ്റ് മാച്ച് ചെയ്യാൻ പറ്റുമെന്നാണ്. There are two things ഇതിലെനിക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, MBA പഠിച്ച ആൾക്കാർ 15,000 ജോലിക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. 15,000 12,000 ജോലി MBA കഴിഞ്ഞ് they have a double degree. അപ്പം അതൊരു ഫിയർഫുൾ സിറ്റുവേഷനാണ്. ടോക്കിംഗ് അബൌട്ട് MBA, I wanted to add that point. എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ഒരു നോം എന്ന് വെച്ചാൽ ജോലി മേടിക്കുക. ഇപ്പം ഞാൻ പഠിച്ചൊരു കാര്യം എൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു കാര്യം എൻ്റെ ഇല്ല. ഐ ഡോണ്ട് ഹാവ് എ ജോബ്. നമ്മൾ MBA പഠിക്കുന്നത് എന്തിനാണ്? മാർക്കറ്റിംഗ്, ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് നോക്കാൻ,
അതിൻ്റെ മാനേജ്മെൻറ്റ് നോക്കാൻ, ഇതൊക്കെയാണ് MBA നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതേ ടീമുകൾ ഇൻ്റർവ്യൂവിന് വരുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ ഇൻ്റർവ്യൂ എടുക്കുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഹയർ ചെയ്യുമ്പോൾ പറയും, ഞാൻ ഒരാളുടെ പോലും ഡിഗ്രി സർട്ടിഫിക്കേഷൻ ഒക്കെ എടുത്തില്ല, ഈ ഗോ ഫോർ capabilities and commitment, that's what I believe in. അപ്പം ഈ ഇൻ്റർവ്യൂവിന് ടെൽ മീ അബൌട്ട് യുവർ ഡ്രീംസ്, അല്ലെങ്കിൽ എന്താണ്, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, ദ കോമൺ ക്വസ്റ്റ്യൻ. ഇതിൽ പറയുമ്പോഴത്തേക്ക് ഈ ആൾക്കാർ വരുന്നവർക്ക് നമ്മൾ ഓൾറെഡി അവരുടെ പേര് വിളിച്ചിട്ട് ആയിരിക്കും, ഓക്കെ ലെറ്റ്സ് എ റോൾ, ഹൈ റോൾ, ഹൗ ആർ യു ഡൂയിങ് ടുഡേ, ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഗ്രീറ്റ് ചെയ്യുക. നമ്മുടെ CV ഉണ്ട്, ഇതെല്ലാം കൊണ്ടിട്ട് ഈ കാര്യം പറയുമ്പോഴത്തേക്ക് അവർ ആദ്യം പറയുന്നത് മൈ നെയിം ഈസ് റോൾ, ദിസ് ഈസ് ഹൗ ദേ സ്റ്റാർട്ട്. And my academic qualification is so and so. I come from so and so. പേരൻസ് ഇത്ര പേരാണുള്ളത്. I mean, they don't know how to present themselves. At least they can just skip the name part. Absolutely, they can. Or giving very good hi, good morning. No, instead of doing that, they're scared first of all. They don't know what to answer, what's going to come up to them. You know, how do you make a CV? You ask your friends, right? Can you make a CV for me? So you have a common format. Rahul will say this AI to make He will say AI, and he will definitely say AI. But I've seen Rahul making his CV, but he makes sure that he has all his points across. These are some basic things that we should know, how to portray what you did, what to the person who's going to interview you. Right? You should have that basic knowledge. ChatGPT heard how to make a CV and now it's making one. Why did it even hear that? So it listens to my voice also. I don't know. I said Rahul. Maybe Rahul എന്ന് പറഞ്ഞപ്പോൾ കേട്ടാണ് കണ്ടിന്യൂ. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പൊക്കവും കൂടെ കിട്ടിയതല്ലായിരുന്നു. ചിക്കൻ വിങ്സ്, ചിക്കൻ ലോലിപോപ്പ് വരുന്നുണ്ട്. പെർഫെക്റ്റ്. ചിക്കൻ വിങ്സ് കൂടെ ഓർഡർ ചെയ്യുമ്പോൾ ഒരുമിച്ച് ഓർഡർ ചെയ്തു. സോ ബേസിക്കലി ഈ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആർ ഇൻ എവറി ഫീൽഡ്. അത് ഡോക്ടർ ആയാലും ശരി, നേഴ്സ് ആയാലും ശരി, എൻജിനീയർ ആയാലും ശരി, ഫുട്ബോളർ ആണെങ്കിലും ശരി, പാട്ടുകാരനാണെങ്കിലും ശരി, എനിത്തിങ് ദാറ്റ് യു ക്യാൻ ഡു, യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ഹിയർ. ബിക്കോസ് ഈ ഒരു സമയത്ത് ഗ്ലോബലൈസേഷൻ ഹ്യൂജാണ്, സോഷ്യൽ മീഡിയ ഹ്യൂജാണ്, നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സാധനം ഇരിപ്പുണ്ട്. ഇറ്റ്സ് വെരി സ്ട്രോങ്. അത് നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ഇപ്പം എനിക്ക് നാളെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോകണം. നേരത്തെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പോകുന്നത് എങ്ങനെയാണ്, റെയിൽ കൂടെ പോകണോ അല്ലെങ്കിൽ ബസ്സിൽ കൂടെ പോകണോ, അതിന് ഇന്നടത്ത് ഫോൺ എടുത്ത് വിളിക്കണം. ഇപ്പോൾ എനിക്ക് ജസ്റ്റ് ChatGPT ചോദിച്ചാൽ മതി, എനിക്ക് നാളെ ഇവിടുന്ന് അവിടെ വരെ പോകണം, വാട്ട് ആർ മൈ ഓപ്ഷൻസ്, ആൻഡ് ഇറ്റ് വിൽ ഗിവ് യു ദ ബെസ്റ്റ് ഓപ്ഷൻസ്. ഇനി ഇപ്പോൾ ട്രാഫിക്കോ ഇതുവല്ലതും ഉണ്ടെങ്കിൽ അതും വി ഗെറ്റ് മോർ ഡീറ്റെയിൽസ് ഈ ഒരു സമയത്ത്. എന്ന് വെച്ചാൽ ഈ ChatGPT എന്നൊക്കെ പറയുന്ന ടൂൾസ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്യുമായിരുന്നു. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുമായിരുന്നു. അത് ഗൂഗിൾ എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു കീവേഡ് കിട്ടും, അത് സെർച്ച് ചെയ്യും, പിന്നെ അതിൻ്റെ എടുത്തിട്ട് അടുത്ത ലിങ്കിൽ പോയി സെർച്ച് ചെയ്യും, അങ്ങനെയൊക്കെ അല്ലേ. ഇപ്പോൾ ജസ്റ്റ് ChatGPT ചോദിക്കുവാണെങ്കിൽ ഇൽ ആക്ച്വലി ഗിവ് യു എ വെരി ഗുഡ് ആൻസർ. എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള നോളേജ് എടുത്തിട്ട് നമ്മുടെ ഇവിടെ കൊണ്ട തരും, ആൻഡ് വിത്തിൻ സെക്കൻഡ്സ്. ആ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടപ്പം വൈ ഡു യു ഗോ എനിവെയർ എൽസ് ഫോർ ഇൻഫർമേഷൻ? അതൊക്കെ ഒരു ജസ്റ്റ് ഒരു എക്സ്ക്യൂസ് ആണ്. എനിക്ക് ആരാളോട് ചോദിക്കണം, ഇതെന്താണ് ചെയ്യേണ്ടത്, നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇറ്റ്സ് റൈറ്റ് ദെയർ ഇൻ ഫ്രണ്ട് ഓഫ് യു. ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഇനീഷ്യലി ചോദിച്ച കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആസ് എ പേരൻറ്റ് എനിക്ക് തോന്നുന്നില്ല നമ്മൾ പിള്ളേരെ ഒരു കാര്യം പഠിപ്പിക്കണമെന്ന്. യു ഷുഡ് നോട്ട്. കാരണം നിങ്ങൾ ഓൾറെഡി ഔട്ട്ഡേറ്റഡ് ആണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് പഠിക്കാനുള്ളതെല്ലാം നിങ്ങൾ ചെയ്തു. അത് വാട്ട് എവർ യു ആർ, ഇറ്റ് ഈസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ലെറ്റ് യുവർ കിഡ്സ് ഗ്രോ. ഓക്കെ, അവർക്ക് എന്താണ് ആഗ്രഹം? ഇപ്പം എനിക്ക് എൻ്റെ മോനെ ഫുട്ബോളർ ആക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. രാഹുൽ ഗോൺസാലസ്, അങ്ങനെ എൻ്റെ പേര് വന്ന്. അങ്ങനെയാണ് ഞാൻ ഇവനെ രാഹുൽ എന്നാക്കിയത്. ഇനീഷ്യലി ഞാൻ അവനെ ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാനല്ല, ഫുട്ബോൾ അറിയാവുന്ന ആൾക്കാരെ. ഇവൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പരിപാടി നിർത്തി. പിന്നെ അവൻ ഓടാൻ തുടങ്ങി. ഹി ലൈക്ക് റണ്ണിങ്. ഇവന് 5, 10, 14 കിലോമീറ്റേഴ്സ് ഒക്കെ ഓടിക്കൊണ്ടിരുന്നതാണ്. അത് ചെയ്യുമായിരുന്നു. ഹി വാസ് ഹാപ്പി വിത്ത് ദാറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കളിക്കില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ 7 കിലോമീറ്റർ ഓടി. കളിക്കത്തില്ല. എനിക്ക് വേണ്ടെന്ന് വെച്ചാൽ പിള്ളേര് വെളിയിൽ പോയി കളിക്കണം. അത് നമ്മുടെ ഒരു മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഇറ്റ് പ്ലേസ് എ ലോട്ട്. ആൻഡ് വൺസ് യു കം ബാക്ക്
you'll be fresh. There is the biggest antidepressant. Absolutely. That's a topic you need to talk about. അപ്പം നമുക്ക് ഇതിലോട്ട് ബാക്കി കണ്ടിന്യൂ The thing ചെയ്താൽ is that ഞാൻ ഇപ്പം എൻ്റെ സ്കൂളിൽ I feel I run and I do like 8 hours a day. It's not just I'm sitting in class. ഞാൻ അവിടെ തൊട്ട് PT ഉണ്ട്, ടീച്ചേഴ്സ് എൻ്റെ അത് ഏൽപ്പിക്കും ഇവിടെ, and I play with my friends. It's not like we don't. But I feel once I get home, I have like 4 hours. Like 5 o'clock എത്തും, I like 4-5 hours. In that I have to do a lot of stuff. So and that time എനിക്ക് ഇറങ്ങി കളിക്കാനോട് I don't feel like I have that time. സാറ്റർഡേ സൺഡേ അപ്പോൾ ഓടാനൊക്കെ പോകും ജിമ്മിലും. ഈവൻ ഇഫ് ഇറ്റ് ഈസ് മൺഡേ ടു ഫ്രൈഡേ ഏതെങ്കിലും ദിവസം പറ്റിയ കം. സോ ലൈക്ക് അങ്ങനെ ഐ എം ട്രൈ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ എം നോട്ട്, ബട്ട് ലൈക്ക് ആ ഒരു അതിനാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ എം ഓൾസോ നോട്ട് എക്സസൈസ്. So a quick question, how do you manage your time a day? ഐ എം നോട്ട് ദ ബെസ്റ്റ് പേഴ്സൺ ടു ആസ്ക്, ബട്ട് മാനേജിങ് ടൈം എന്ന് വെക്കുമ്പം ലൈക്ക് I'll tell you. അതിൻ്റെ ആൻസർ ഞാൻ പറയും. ഞാൻ ഒരു ദിവസം കാണുന്ന കാര്യമാണ്. ഇപ്പം പറഞ്ഞു 4 hours എന്ന് പറഞ്ഞു. 4 hours അല്ല, ഹീ ഹാസ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു. അവന് 4 മണിക്ക് സ്കൂൾ കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിക്കണം. ഓക്കെ, കഴിച്ചു കഴിഞ്ഞാൽ നേരെ കമ്പ്യൂട്ടറിന് കൊണ്ടായിരിക്കും. പിന്നെ അവൻ്റെ മെയിൽ ചെക്ക് ചെയ്യും. ആൻഡ് എവറി മെയിൽ ഹാസ് എ ഡിഫറെൻറ്റ് കണ്ടൻറ്റ്. പിന്നെ ഒന്നി പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം, അല്ല പഠിക്കുന്നതിൻ്റെ കാര്യം, സ്കൂളിൻ്റെ കാര്യം പഠിക്കണം, AI കാര്യം പഠിക്കണം. പിന്നെ ഇവൻ്റെ ഇൻസ്റ്റാളിൽ വീഡിയോ ഉണ്ടാക്കണം, കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഇവൻ്റെ ടീമിനെ മാനേജ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കണം. പിന്നെ പിന്നെ പഠിക്കണം. പഠിക്കണം എന്ന് പറയുന്ന സാധനം ഇവന് AI വേറെ കോഴ്സസ് എടുത്ത് പഠിക്കുന്നുണ്ട്. പിന്നെ ഓവറോൾ നോളജ് പഠിപ്പിക്കുന്നുണ്ട്. ലൈക്ക് ഈച്ച് പ്ലേസസ് ഐ ഗോ ആൻഡ് ടീച്ച്, റൈറ്റ്? പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് കോൺഗ്രിഗേഷൻ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ടേക്കിംഗ് വീഡിയോസ്, ഇറ്റ്സ് അബൌട്ട് ലൈക്ക് സ്ക്രിപ്റ്റിംഗ്, അതെല്ലാം ഉണ്ട്. ആൻഡ് ബിറ്റ്വീൻ ദാറ്റ് ജസ്റ്റീസ് പോലത്തെ കമ്പനീസ് മീറ്റിംഗ്സ് ലൈക്ക് ദാറ്റ്, അത് ഇറ്റ് ഇസ് യു ഹാവ് ഓൾ ദാറ്റ് ടു ഡു ടു. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഞാനങ്ങനെ ഇവനെ കൊണ്ട് കളിക്കാൻ പോകാന്ന് പറയുന്നത് ഐ ഡു ഫീൽ ബാഡ്. ബട്ട് ഞാൻ ജിമ്മിൽ കൊണ്ടുപോയി, ജിമ്മിൽ അവനെ കൊണ്ട് വെയിറ്റ് എടുക്കാൻ പറയാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ 10-40 പുഷപ്പും പുള്ളപ്പും ഒക്കെ ട്രൈ ചെയ്തവന്നെ. പക്ഷേ ഞാൻ എന്തെന്ന് വെച്ചാൽ വിത്ത് നോ എക്സ്ക്യൂസസ് ഐ മേക്ക് ഷുവർ ഹി കംസ് ഔട്ട് ഫോർ എ റൺ. ഓക്കെ, ഞങ്ങൾ 5-6 കിലോമീറ്റർ ആഴ്ച 2 പ്രാവശ്യം ഓടാൻ വേണ്ടിയാണ് നോക്കും. അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. സോ ബിക്കോസ് ദാറ്റ്സ് നീഡഡ്. ഒരു മെൻ്റൽ ഫിറ്റ്നസ്സും ഫിസിക്കൽ ഫിറ്റ്നസ്സും ഒരുമിച്ചാണ്. അതായത് യു ഹാവ് ടു പ്ലേ ത്രൂ ഗെയിംസ്. സോ അതുകൊണ്ടാണ് ഞാൻ സൂംബ സപ്പോർട്ട് ചെയ്യുന്നത്. ഐ മീൻ സോ ഐ ഹാവ് 2 questions ഹിയർ. അത് ഞാനിപ്പോൾ ചോദിച്ചേക്കാം. നമ്മുടെ ഈ ഒരു ആൻസർ കഴിഞ്ഞിട്ട് അതിലോട്ട് പോകും. ഒന്നാമത്തെ കാര്യം, രാഹുൽ ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. വൈ? ആൻഡ് ഇപ്പം ഇത്രയും ഹി ഹാസ് റീച്ച്ഡ് എ പോയിന്റ് വേർ ഇപ്പം ഒരു 25-ലോ 30-ലോ ഒരാൾ എത്തുന്ന ഒരു പോയിന്റാണ്. പല ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ഇതെല്ലാം റിസർച്ച്, ആൻഡ് ഹീ ഈസ് മേക്കിംഗ് ഗുഡ് എമൗണ്ട് ഓഫ് മണി. ഐ നോ ദാറ്റ് ഹീ ഈസ് റിയലി ഗുഡ് അറ്റ് മേക്കിംഗ് മണി ആൻഡ് ബാർഗെയിനിങ് ആൻഡ് സെയിൽസ് ആൻഡ് നെഗോഷിയേഷൻസ്. സോ എന്നിട്ട് സ്റ്റിൽ എന്തുകൊണ്ടാണ് സ്കൂൾസിൽ വിടുന്നത്? സോ ദീസ് 2 questions are there. We'll discuss it. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് സ്കൂളിൽ എന്തിനാണ് സ്കൂൾസിൽ വിടുന്നത്? Because he is already successful and he is doing the things he love. So നമ്മൾ ബേസിക്കലി സ്കൂളിൽ പോകുന്ന പഠിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അവിടെ പോയി പഠിക്കുന്ന കാര്യം ബേസിക്കലി we have to think out of the box if you want to do something ever again. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ആ ഒരു കേപ്പബിലിറ്റി നിൽക്കുകയാണ്. ഫാക്ടറി വർക്കേഴ്സ്. ഓക്കെ, നിങ്ങൾ ഇന്ന സമയത്ത് വരണം, ഇന്ന സമയത്ത് ഇരിക്കണം, ഇന്ന സമയത്ത് ഗുഡ് മോർണിംഗ് പറയണം, ഇന്ന സമയത്ത് എഴുന്നേക്കാൻ പറയണം, ഇന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യണം. ഐ എം നോട്ട് സെയിങ് ഡിസിപ്ലിൻ ഈസ് നോട്ട് നീഡഡ്. ഡിസിപ്ലിൻ ഈസ് നീഡഡ്. അത് ആ ഒരു കാര്യം നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് ടൈം നമ്മൾ ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം, ഒരു ടീച്ചറിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം അതിൻ്റെ റെസ്പോൺസ് ടീച്ചർ ഈഗോ ഇല്ല നമുക്ക് തരണം. അത് മോസ്റ്റ് ടീച്ചേഴ്സ് ഡു നോട്ട് ഡു ദാറ്റ്. മോസ്റ്റ് ടീച്ചേഴ്സ് ആർ ആരഗന്റ്. ആ ഒരു സാധനം മാറിയിട്ടില്ല. But lucky in like my school it's not like that, at least. I mean yeah, it is not like that. So what I thought is initially he was going into these private schools and he was just another dumbass. ഓക്കെ, അവൻ പഠിക്കാനൊന്നുമില്ല, ആർക്കാണ്ട് വേണ്ടി സ്കൂളിൽ പോവും. ഐ റിമെമ്പർ ഹിം ഗോയിങ് ടു സ്കൂൾ. പിന്നെ പഠിക്കുന്ന കാര്യത്തിലും നോട്ട് ടു ഗ്രേറ്റ്. നമ്മുടെ CBSE സ്കൂളും ഗവൺമെൻറ് സ്കൂളും തമ്മിലുള്ളൊരു വ്യത്യാസം എന്തായിരിക്കും അപ്പം? ഇത് ഒരുമാതിരി ഐഫോണും ആൻഡ്രോയിഡും മേടിക്കുന്ന പോലാണ്. ഓക്കെ, സോ we both don't support iPhone that much, so അതുകൊണ്ടാണ് ആ കമ്പാരിസൺ. CBSE നല്ല സിലബസ് ആണ്. CBSE പ്രൈവറ്റ് സ്കൂൾസ് ആണ് മോസ്റ്റ്ലി. ആൻഡ് അത് അഫോർഡ് ചെയ്യാൻ ഇറ്റ്സ് നോട്ട് വെരി ഈസി ഫോർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ.
ഇനി അറ്റ് ദ സെയിം ടൈം ദർ ആർ ലോട്ട് ഓഫ് അതർ സ്കൂൾസ് ഓൾസോ, പ്രൈവറ്റ് സ്കൂൾസ്. പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ആർ നോട്ട് എക്സ്പീരിയൻസ്ഡ്. ഓക്കെ, അവരൊക്കെ സ്കൂളാന്ന് പറയാൻ വേണ്ടി മാത്രം. ജസ്റ്റ് ഫ്രഷേഴ്സ് ആയിരിക്കും അവർ വരുന്നത്. ഓക്കെ, അപ്പം അവർ നിങ്ങളുടെ പിള്ളേരെ പഠിപ്പിച്ചാൽ എവിടം വരെ പഠിപ്പിക്കാൻ പറ്റും? ഗവൺമെൻറ് സ്കൂൾസിൽ ഐ തിങ്ക് കേരള ഹാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഗവൺമെൻറ് സ്കൂൾസ് ഇൻ ഇന്ത്യ, സം ഓഫ് ദ ബെസ്റ്റ് ഗവൺമെൻറ് സ്കൂൾസ് ഇൻ ഇന്ത്യ. I think Papa was telling me like our syllabus is all like taken from Finland and stuff. ഇനീഷ്യലി നമ്മൾ അത് ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കിയിട്ടുണ്ട്. സോ അതിനേക്കാളും കൂടുതൽ വാട്ട് ഐ ഹാവ് സീൻ ഇവൻ്റെ കാര്യത്തിൽ കാണുവാണെങ്കിൽ ടീച്ചേഴ്സ് ഹാവ് ബിൻ വെരി കോഓപ്പറേറ്റീവ്. രാത്രി 9:30 ടീച്ചർമാർ ഇവനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിപ്പം റാവൾ എന്ന രീതിയിലല്ല, അവൻ സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ മുതൽ അങ്ങനെ തന്നെയാണ് നടക്കാറുള്ളത്. ടീച്ചർ വിളിക്കും, അവരുടെ എല്ലാ ഒരു കാര്യത്തിനും നോക്കും. അവൻ ഇൻഫാക്ട് ഇവൻ്റെ പ്രീവിയസ് ഹെഡ് മിസ്ട്രസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്കൂളിലുള്ള എല്ലാ പിള്ളേരെ കുറിച്ച് A to Z അറിയായിരുന്നു. ഷീ നോസ്. ഷീ ഈസ് ഓൾസോ ഒരു ലീഡർ വേണം ടു മേക്ക് സംതിങ് സക്സസ്ഫുൾ. So they had a good, very capable government, very capable teacher. And another thing, in my school, right, I used to join everything. അത് poem writing ആണെങ്കിലും സ്റ്റോറി റൈറ്റിംഗ് ആണെങ്കിലും സ്കിറ്റ്സ് വരെ ഐ ഹവ് ഗോൺ ടു ലൈക്ക് സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ. സോ ഈവൻ ക്ലാസിക്കൽ ഡാൻസ്. ഈ സ്കൂൾ ഹാസ് ഗിവൺ മീ ആൻ ഓപ്പർച്യൂണിറ്റീസ് ടു ഡു സ്റ്റഫ് ദറ്റ് നോ അതർ CBSE school has done. So I'm not saying CBSE schools are bad, right? Maybe the ones I've gone, but like I felt this school has opened me to a lot of doors, made me see. Like I like acting, right? So ivide adi ambatti a lot of stuff, like even singing. So imagine classical dance, me the AI kid, imagine. അങ്ങനെ കുറേ കാര്യം. But still, like imagine I'm the AI kid apparently now, right? So imagine me doing classical dance then, right? Like, so I feel that school has made me open to a lot of doors that ippam at least like I don't think I would have gotten in a CBSE place. Like going to state level and competing with state level people. Imagine colors, me just being able to manage the camera, vellam kodikkunnu, being a scout. I got to be the troop leader, like a top leader of the school, going to camps. And it did teach me a lot of discipline. But I'm trying to say is that the AI kid, after becoming the AI kid, let's say, like I was able to go to a lot of, I still did scout. Ella was a school, and I am still a normal kid, right? So this school opened me to a lot of doors in that way. Adu matralla andude little kites on where they teach about computers. Apparently there is also able to teach. So teachers have given the best that they could to me from the starting. Not just me, every single student. Whatever they ask, even lunchtime they go and answer kids' questions. That's how dedicated. School end nikkum. Or kuttike idu doubt parna avaru nikkum. They're that dedicated. That's why I'm still continuing in the same school even after higher secondary, even though we thought we'll change. That is why. Because the syllabus, by the way, now it's same as CBSE, but the teachers also, everyone is just good. ദാറ്റ്സ് അനദർ റീസൺ. ഇവിടെ എൻ്റെ അത്ര ഫ്രണ്ട്സ് ഇല്ലെങ്കിലും ഞാൻ ആ ടീച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, ദേ ടീച്ച് റിയലി വെൽ. പപ്പയ്ക്ക് അറിയാം എല്ലാ ദിവസം കഴിയുമ്പോൾ ഞാൻ എക്സൈറ്റ്മെൻറ്റ് വന്നിട്ട് ഇന്നല്ലാതെ ബാക്കി ടുഡേ വാസ് ജസ്റ്റ് ടു ടയർഡ്, ബട്ട് ലൈക്ക് ബാക്കി എല്ലാ ദിവസം റൈറ്റ് ഇത് അപ്പം ബിസിനസ് പഠിപ്പിച്ചു ഇത് വെച്ചു. ലൈക്ക് ഐ ഹാഡ് ദാറ്റ് ബിക്കോസ് ദ ടീച്ചേഴ്സ് ആർ ദാറ്റ് ഗുഡ് അറ്റ് ടീച്ചിങ് ടു. എഗൈൻ ഇത് പറയുമ്പോൾ കമ്മിങ് ബാക്ക് ടു പഠിപ്പിക്കുന്ന ഇവനെ കൊമേഴ്സാണ് എടുത്തേക്കുന്നത്. അപ്പം ഇവനിപ്പോൾ വരുമ്പം ഓരോ ദിവസം എന്നോട് പറയും, ഇതാണ് ഞാൻ പഠിച്ചത്, ഓക്കെ ഈ ടൈപ്പ് ഓഫ് കമ്പനി ഫോർമേഷൻ ഉണ്ട്, ദിസ് ഈസ് വാട്ട് വി ആർ പ്ലാനിങ് ടു. അപ്പം നമ്മൾ കുട്ടികൾ പഠിക്കുമ്പം അവർ മനസ്സിലായിരിക്കണം ഇവരെന്തിനാണ് പഠിക്കുന്നത്. അല്ല കൊമേഴ്സ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഈസി ആയതുകൊണ്ട് എടുക്കരുത്. അതെ അതെ, വി ഹാവ് ദിസ് ട്രെൻഡ് ഹിയർ. കാരണം ഞാൻ പഠിച്ച CBSE സ്കൂളാണ്. അപ്പം ഞാൻ 10th വരെ ഞാൻ ഫുള്ളി CBSE പഠിച്ചു. ഐ ഡോണ്ട് നോ ദ എക്സ്പീരിയൻസ് ഇൻ കേരള സിലബസ്. ഇപ്പം എൻ്റെ അമ്മ ടീച്ചറാണ്, അത് കേരള സിലബസിലാണ്. സോ ഞാൻ പഠിച്ച സ്കൂളെന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്കൂൾ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ അവിടെ പഠിച്ചു. ഐ ഹാവ് ദിസ് റിലേഷൻഷിപ്പ് വിത്ത് ദ ടീച്ചേഴ്സ്. അപ്പം പേരൻസിന് അറിയാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ദേ വർ ലൈക്ക് മദേഴ്സ്. നമ്മൾ അമ്മമാരെക്കാളും കൂടുതൽ നിൽക്കുന്ന ഹാഡ് ദ ബെസ്റ്റ് ടീച്ചേഴ്സ് ഇൻ ദ വേൾഡ്, ഐ വുഡ് സേ ദാറ്റ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചപ്പോഴും ഞാൻ അവിടെ പോയിട്ട് ഞാൻ സ്റ്റേജിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം, ഇവിടുത്തെ പോലെ ടീച്ചേഴ്സിനെ കിട്ടില്ല. ലിറ്ററലി ദേ വർ ലൈക്ക് മൈ മദർ. അങ്ങനെ ആ ഒരു ഫീൽ ഉണ്ടാവും, അത്രയും നമ്മളെ കെയർ ചെയ്യും. അത് പക്ഷേ അത് വേറെ എങ്ങും കോളേജിൽ പോയാലോ ഇവിടെ പോയാലോ അത് കിട്ടത്തില്ല. ദേ ആർ ഓൾ. ഞാനൊരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇവനെ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ സ്കൗട്ട്സിന്, ഇവൻ സ്കൗട്ടർ, അവൻ ടീച്ചറിൻ്റെ അടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുക.
ഞാൻ ആലോചിച്ചിട്ട് ഇതൊക്കെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. എനിക്ക് അത്ര വാത്സല്യത്തോടാണ് ടീച്ചർമാരെ പഠിപ്പിക്കുന്നത്. ഇറ്റ് മേക്സ് സെൻസ്. സോ ഇനി എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്കൂളിൽ എന്തിനാ പോകുന്നത്? സ്കൂളിൽ പോകുന്ന വൺ റീസൺ ഓൺലി, സോഷ്യലൈസിങ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിക്കാൻ പഠിക്കുക. But he's getting exposure to a lot of people, like way beyond our age. I'll tell you two things why I go. Okay, then Papa, you tell. The 2-3 reasons I go is, hopefully my friends are not watching this, but like one main reason is obviously Papa or socializing. Now socializing not with like some big shop people, right? Like ipo yan oru events pombo, not like, it means not like big people who have become successful. That's good, right? I like those. But I also see a lot of people say I'm humble and all. I don't feel I'm humble, if I'm being honest. The only reason is I feel like avade ende school I have seen kind of people have not made it. Angane parayam, right? So I feel like they are struggling a lot, right? And I feel like what I have done, the fact that I've achieved what I want, I wanted a name for myself. And people are literally taking selfies with me. That's crazy. I still, like, I have a good house with a microwave. That's like, I don't know. It just feels a little that when I see other people. And the fact that they are so happy with their life. And I feel like I should be more happy with what I have. Rather than be like, oh, because I feel like even with having so little, they're so happy. One. Second thing, I get a lot of content ideas from there. So being there, actually, because He's a professional, hardcore like professional. അവിടത്തൊക്കെ സംസാരിക്കുമ്പോൾ ഇന്ന് ഞാൻ മുടി കെട്ടാൻ പോയി, ഇത് സ്റ്റൈൽ എടുക്കുന്ന തരത്തില്ല ഐഡിയ. ഇന്ന് ലിറ്ററലി ഫ്യൂ ഡേയ്സ് ബാക്ക് ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പം ഈ ഡ്രസ്സ് അത് ചെയ്യാറുണ്ട്, ഇത് നിനക്ക് അയ്യോ ഉണ്ടാക്കാൻ പറ്റുമോ? ലിറ്ററലി ബോർഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിനക്കൊരു ഉണ്ടാക്കാൻ പറ്റും. Chumma, they know this AI thing, right? Because they have these problems. Joking, joking, but they have this hairstyle literally. Problems and solutions. Yeah, problems. I'm like, thanks. Annu veetti poi record cheyunu. Third thing is, if I'm home, Papa is right. I won't go exercise. I won't jump around. I won't do stuff. This I feel like, other than my certain aim, I'm going, I'm jumping around. Teachers are okay, teacher, yeah, other those there have been times I think Papa knows, yes, social studies mulla science fair mulla maths fair mulla ellathine certificate രാത്രി 3 മണിക്ക് ഞാൻ നിർത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഇനിയും എല്ലാ ചേരുന്നു. അത് വേറെ കാര്യം. ഞാൻ ചേരുന്നത് വെച്ചാൽ ഇവന് എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇപ്പം ഇത്ര സമയമല്ല ഉള്ളൂ, നമുക്ക് മാക്സിമം ഒരു മണി വരെ ഇരിക്കാമൊക്കെ. പക്ഷേ ഇവനിരിക്കും രാത്രി വരുമ്പോഴേ ചാർട്ട് പേപ്പർ വരച്ചോണ്ടിരിക്കുമായിരിക്കും രാത്രി 1 മണിയാകുമ്പം. ഫൈനലി അവിടാണ് ഐ ഹാവ് ടു ഒരു അപ്പനായിട്ടായിട്ട് സ്റ്റോപ്പ് ഇറ്റ്, ഗോ ആൻഡ് സ്ലീപ്പ്. പിന്നെ തെറി പറഞ്ഞിട്ടേ കയറ്റാൻ പറ്റത്തുള്ളൂ. അവന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവൻ കിടക്കത്തുള്ളൂ. അത് ചെറുപ്പം മുതൽ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ അവനിപ്പം വെളിയിലൂടെ പോയിട്ട് വരുവാണെങ്കിൽ, വീക്കെൻഡ് വെളിയിൽ പോയിട്ട് വരുവാണെങ്കിൽ രാവിലെ ആയിരിക്കും വരുന്നത്, തിങ്കളാഴ്ച രാവിലെ 4 മണിക്ക് ഇരുന്നിട്ട് ഹോംവർക്ക് എഴുതി കഴിഞ്ഞിട്ടേ അവൻ സ്കൂളിൽ പോകത്തുള്ളൂ, കഴിക്കത്തുള്ളൂ. ഇത് കുഞ്ഞായിരുന്നു പിള്ളേരാണ്, ലൈക്ക് ഒരു UKG ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആ ഒരു സമയത്താണ്. കാരണം ഞാൻ സ്പൂൺ ഫീഡ് ചെയ്യത്തില്ല. ഐ ഡോണ്ട് ഡു ദാറ്റ്. അതായത് ഇപ്പം ഞാൻ നേരത്തെ ഇവന് ഈ ഹോംവർക്കൊക്കെ ഉള്ള സമയത്ത് ഞാൻ പറയടാ ഹോംവർക്ക് ചെയ്യടാന്ന് പറയും. ചെയ്തില്ലെങ്കിൽ ഞാൻ ബോധർ ചെയ്യത്തില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ടീച്ചറിനോട് പറയുമ്പോൾ ഞാൻ പറയും, ടീച്ചറെ ഒന്ന് പറഞ്ഞോണം, അവരെ കൊടുക്കാനുള്ള കൊടുത്തേക്ക് വടിയും ഞാൻ വാങ്ങിച്ചു ചോദിക്കണമെങ്കിൽ പറയാം, ഞാൻ പറയാം നിന്റെ ഇഷ്ടം ചെയ്യണേ ചെയ്യും. ബട്ട് ഹി വാണ്ട്സ് ടു മേക്ക് ഷുവർ ഹി ഡസ് ഇറ്റ്. ടീച്ചേഴ്സ് ഡോണ്ട് ഹിറ്റ് മീ ഓർ ദേ ഡോണ്ട് ഫോഴ്സ്. ഇറ്റ്സ് ലൈക്ക് ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അത് ലൈക്ക് homework, and they teach so good, like even business studies, okay? Teachers, they try to teach it with like... You know how to do business, you don't need lessons. But like partnership, sole proprietorship, പേരുകൾ എനിക്കും അറിയത്തില്ലല്ലോ, റൈറ്റ്? അപ്പം ടീച്ചേഴ്സ് ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് വെച്ച് പഠിപ്പിക്കുന്നത്, മേക്കിംഗ് ഗ്രൂപ്പ്സ്, മേക്കിംഗ് റൈവൽസ്, like Oh, that's crazy. they even Kerala syllabus is not bad. No, like they- teachers Really good. do activities like എല്ലാവരും നിർത്തി വെച്ചിട്ട് എടാ ഇത് മെറിറ്റും ഇത് സിറ്റുവേഷൻ വെച്ചിട്ട് ക്രോസ് ചെയ്യും. ലൈക്ക് ഓ ഇനി ഞാനായിരിക്കുമല്ലോ, ഇനി എന്താ പറയണ്ടേ, എടാ ഏതാടാ ലൈക്ക്, അല്ലെങ്കിൽ സാധാരണ ഉറക്കളിച്ചിരിക്കും, റൈറ്റ്? സോ ദാറ്റ് ഈസ് വൈ ഐ ലൈക്ക് ഗവൺമെൻറ് സ്കൂൾ,
These three things, me being able to exercise, me learning that leadership, that quality, me getting content ideas, and fourth but not the least, socializing with and trying to become humble. So I have an objection here. Objection എന്നുള്ളത് I saw a video. ഗ്രാൻഡ് ഗാർഡോൺ ഇല്ലേ, ഗ്രാൻഡ് ഗാർഡോണിൻ്റെ ഹോം സ്കൂളിംഗ് എലോൺ ഹോം സ്കൂളിംഗ്. അപ്പം ഇങ്ങോട്ട് ഹോം സ്കൂളിംഗ് ഒരാളോട്ട് സംസാരിക്കുകയാണ്. സോ സ്കൂൾസ് ആർ ഫോർ സോഷ്യലൈസിങ്, ഈ ഒരു സെയിം കൺസെപ്റ്റ് അവർ പറയുമ്പോഴത്തേക്ക് അവർ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഹൂ യു സറൗണ്ട് യുവർ സെൽഫ് വിത്ത്, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് എന്നാണ് നമ്മുടെ നെറ്റ്വർക്ക് എന്ന് പറയുക. നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർക്ക്. അപ്പം നമ്മൾ സറൗണ്ട് ചെയ്യുന്ന 5 പേര് അല്ലെങ്കിൽ നിങ്ങൾ 5 ഫ്രണ്ട്സ് ആയിരിക്കും നിങ്ങളെന്നുള്ളൊരു കാര്യം പറയും. സോ ദേ ആർ നെറ്റ്വർക്കിംഗ് വിത്ത് ദ ടോപ്പ് പ്ലേയേഴ്സ് ഇൻ ദ വേൾഡ്, people who are successful, people who are doing better than them. So when it comes to ഇപ്പോൾ സ്കൂൾസിലാണെങ്കിൽ പോലും ഇപ്പം നമ്മളെല്ലാം സ്കൂൾസിൽ പഠിക്കുമ്പോഴത്തേക്കും വിൽ ബി ഹാവിങ് എ ലോഡ് ഓഫ് ബാഡ് ഇൻഫ്ലുവൻസ് റിഗാർഡ്ലെസ് ഓഫ് CBSE ഓർ സ്റ്റേറ്റ് സിലബസ്. ഉള്ള പ്രശ്നങ്ങളും ദുശീലങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് ഒരു 10th കഴിയുന്ന ഒരു സമയത്തായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പോഷർ ഉണ്ട്. ബട്ട് ദേഴ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഔട്ട് ദെയർ അത് സക്സസ്ഫുൾ ആയിട്ടുള്ള, അപ്പം ഹീസ് ഗോട്ട് എക്സ്പോഷർ ടു ദാറ്റ് നെറ്റ്വർക്ക് ആസ് വെൽ. See, So I'll tell you from my point of view, okay? In 10th grade at least, what I've seen is like ഉണ്ട് പ്രേമം മുതൽ കുറെ കാര്യമുണ്ട്. പ്രേമമൊക്കെ നമ്മൾ 1ാം ക്ലാസ്സിൽ തുടങ്ങി. അല്ല അത് പിന്നെ അപ്പഴതാ ഇപ്പൊ പറഞ്ഞത്. ഇതൊക്കെ ഞാൻ ഞങ്ങളിവിടെ UKG തുടങ്ങിയതാണ്. ലൈക്ക് സി ദ ലൈക്ക് ദ തിങ് ഫസ്റ്റ് ഗേൾഫ്രണ്ട് UKG. Still remember her name, but I can't say that. So imagine if she's seeing now. Anyway, see, the main thing is that I feel the imperfections are what makes us perfect. Right? See here, it's not like I'm not surrounding myself with smart people. Right? These kids are smart. Adu. But like, these kids are smart. And Papa knows. Like, avarde buddhi nu varna, they just need to be pointed in the right direction. Manasalayo. And it's not like, and I am surrounding myself with people who have become successful too. Which they are not. അതാണ് എൻ്റെ ഫസ്റ്റ് അത് ക്വസ്റ്റ്യൻ. Why parents are എന്തെന്നറിയോ, not doing it? ഇതെന്തെന്നറിയോ, Why you are doing it and why parents are not doing it? That's the question. ഐ മീൻ ഇത് തന്നെയാണ് ഈ പ്രശ്നം. എന്ന് വെച്ചാൽ എല്ലാ പിള്ളേർക്കും അത്യാവശ്യം നല്ല വിവരമുണ്ട്. ദേ ആർ ഓൾ എബവ് ആവറേജ് കിഡ്സ് ഹിയർ. ഓക്കെ, രാഹുൽ So performing. ഇപ്പൊ ജെൻസീസ് അവർക്ക് എല്ലാം അറിയാം. They know everything. they know everything. Yeah, this. Okay, We know everything, and I mean everything. But parents are, ഒന്നാമത്തെ കാര്യം, they don't know parenting. Let me be very hard. It's a very sad truth. Parents don't know parenting. അത് ആര് പഠിപ്പിക്കും? പേരൻറ്റിങ് വിട്. ഒരു കപ്പിൾ ആവുകയാണെങ്കിൽ സ്വന്തം പാർട്ട്ണർ എന്താ വേണ്ടെന്ന് നമ്മുടെ സമൂഹത്തിന് അറിയത്തില്ല. ആൻഡ് ഇറ്റ്സ് എ വെരി സാഡ് സ്റ്റേറ്റ്. അത് പിള്ളേരുണ്ടാകുമ്പോൾ തന്നെ ആണും പെണ്ണും മാറ്റി വെക്കും. എന്തിനാണും പെണ്ണും മാറ്റി വെക്കുന്നത്? അവര് അടുത്തിരുന്നാൽ പ്രശ്നം. We need to go deep on this. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആൻസർ കഴിഞ്ഞിട്ട് ഇതിലോട്ട് വരാം. ഇതിലെല്ലാം ഡീപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓൾറെഡി കവേർഡ്. നിങ്ങൾ സംസാരിക്കും ലൂപ്പോൾസ്. ഇതിലൊന്നും ലൂപ്പ് കിട്ടത്തില്ല. സോ അതിനെക്കുറിച്ച് അറിയത്തില്ല. ഒരു കുട്ടി ഉണ്ടാകുന്നു. ഓക്കെ, ഇവരെ രണ്ടുപേരും മാറ്റി നിർത്തുന്നു. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് മാറ്റിയാണ് ഇഷ്യൂ. കാരണം ഈ പറയുന്ന പോലെ ഒരു ചിന്തകളും ഇല്ലാത്ത കുട്ടികളുടെ, ലൈക്ക് നിഷ്കളങ്കമായ മനസ്സെന്ന് പറയുന്ന കുട്ടികളുടെ മനസ്സിൽ ഇതുപോലത്തെ വിഷം കുത്തിവെക്കുന്നത് പേരൻസ് ആണെന്ന് തന്നെ പറയാം. ഐ ടോൾഡ് യു അബൌട്ട് ദ ഇൻസിഡന്റ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ മൈ ഹൗസ്. മറ്റേ എൻ്റെ ഒരു ചേച്ചി വന്നിട്ട്, ലൈക്ക് കുട്ടി 4 ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഇപ്പം കസിൻസിൻ്റെയും ചേട്ടന്മാരുടെയും എല്ലാം കൂടെ ഒരു റൂമിലിരുന്നു. ആണുങ്ങളുടെ കൂടെ നീന്തു പോയി. ലൈക്ക് ലിറ്ററലി ഐ വാസ് ലൈക്ക് ഷൗട്ടിങ് അറ്റ് ഹെർ. നിങ്ങളുടെ ഈ മനസ്സ് വെച്ചുകൊണ്ടാണോ ഇരിക്കുന്നത്? ആ കുട്ടി അവിടെ ചാങ്ങളമാരുടെ കൂടെ ഒരു റൂമിലിരുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇതൊക്കെ ഉണ്ട് സുബിനെ. ഇത് ഭയങ്കര രസമാണ് നമ്മുടെ സമൂഹത്തിൽ. ഓക്കെ, ഒന്നാമത്തെ കാര്യം അറിവില്ല. ഓക്കെ, കാരണം ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിലാണ് അത് പതിക്കുന്നത്. ആണുങ്ങളുടെ ചേട്ടന്മാരാന്നല്ലോ ആങ്ങളമാരാന്നല്ലോ പറയുന്നത്. ആണുങ്ങളുടെ കൂടെ നീ പോയിരുന്നു. ഞാൻ ജനിച്ചു വളർന്ന ഒരു ഗ്രാമത്തിലാണ്. ഓക്കെ, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഞങ്ങൾ ഓണവും വിഷുവും ക്രിസ്മസും എല്ലാം ഒരുമിച്ചാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഞങ്ങൾ മതം ഇന്നാണോ അത് ഞങ്ങൾ നോക്കിയിട്ടില്ല, ആണാണോ പെണ്ണാണോ ഞങ്ങൾ നോക്കിയിട്ടില്ല, ഒരുമിച്ച് പോവും. ആൻഡ് ലിറ്ററലി ഒരു ഗ്രാമത്തിലാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. ഓക്കെ, ഞങ്ങൾ ആൻഡ് അങ്ങോട്ട് ഇന്ന് വരെ നമ്മൾ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഇടയ്ക്ക് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നമ്മളിപ്പം ഏതൊരു പെണ്ണിനെ കണ്ട ഉടനെ നമുക്ക് വേറൊരു ഫീലിംഗ് വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ യു ഷുഡ്
നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. യു ഷുഡ് ഗോ ഫോർ ഒരു കൗൺസിലിംഗ് ചെയ്യണം. ഐ മീൻ അങ്ങനെയാണോ നമ്മൾ? അതിപ്പം പട്ടി ചെയ്തില്ല, പൂച്ച ചെയ്തില്ല, പിന്നെ മനുഷ്യനങ്ങനെ ഒരു പെണ്ണിനെ കാണുന്ന ഉടനെ ഇതാ നല്ല ആണുങ്ങളെ കാണുന്ന ഉടനെ ഇതൊരു പ്രശ്നമാണത്. സി ഈ സെക്ഷൽ ഫീലിംഗ് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ ലൈംഗികത ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം സെക്ഷൽ ഫീലിംഗ് ആണ്. അത് പെണ്ണുങ്ങൾക്കും വേണം, ആണുങ്ങൾക്കും വേണം. ഇറ്റ്സ് ഓപ്പൺ. പക്ഷേ ഇത് ഒന്ന് ചോദിച്ച് മേടിക്കാൻ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയത്തില്ല. എക്സാക്ട്ലി, ഐ യൂസ് ടു സേ ദാറ്റ്. ഇപ്പോൾ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കി കണ്ണി നോക്കി സംസാരിക്കാൻ ആൾക്കാർക്ക് ധൈര്യമില്ല. ഇപ്പോൾ ഒരു പേര് ചോദിക്കാനുള്ള ധൈര്യം പോലും ആണെങ്കില്ല. ഇപ്പോൾ ലിറ്ററലി ഐ ഗെറ്റ് എ ലോട്ട് ഓഫ് മെസ്സേജ്. ക്ലാസ്സിൽ കുറേ പേരുണ്ട്. I did dating tips for men part 1 2 3 to 10. I get DMs. എങ്ങനെയാണ് ഇത്? ഞാൻ പറഞ്ഞില്ല, ഒരു ക്ലാസ്സിൽ ഒരു കുട്ടീനെ കഴിഞ്ഞിട്ടുണ്ട്, ഒരു ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞിട്ട്. ലൈക് ലിറ്ററലി ദിസ് ഇസ് എ തിങ്. എൻ്റെ ക്ലാസ്സിലുണ്ടല്ലോ ലിറ്ററലി ദർ ഹാവ് ബീൻ പീപ്പിൾ, എടാ നിനക്ക് അവളുടെ ഇൻസ്റ്റാഗ്രാമില്ലേ, നീക്കൊന്നുമായിട്ട് അയച്ചു തരണം. ലൈക്ക് എന്തിനായിരിക്കും? നീ നേരിപ്പോൾ സംസാരിക്കണം, മുമ്പിൽ ഇരിപ്പില്ല, നിനക്ക് എന്തിനാ ഇൻസ്റ്റാഗ്രാം? സോ ഫണി. ഈ പ്രായത്തിലൊക്കെ ഞാൻ മതിലിയാടി പറയാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എത്തിയുള്ളൂ ഇവരൊക്കെ. ഞങ്ങൾ ഗ്രാമവാസീസാ ബെറ്റർ. ആക്ച്വലി പക്ഷെ ആ ഒരു സുഖം, നമ്മൾ പട്ടം പറപ്പിക്കുന്ന ആ ഒരു സുഖം, അല്ലെ ആ ഒരു സമയത്ത് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു സുഖം, അല്ലെ നമ്മള് റബ്ബറിന്റെ നമ്മുടെ ചപ്പലിന്റെ ഇത് പോയിട്ട് അത് ടയറാക്കിയിട്ട് ഓടിക്കത്തില്ലേ, ആ സാധനം. സി ജനറേഷൻ വേറെയാണ്. അത് ഇവര് വെക്കണമെന്ന് പറയുന്നത് വി സ്റ്റിൽ ഡു ദാറ്റ്. ഇപ്പോഴും ഞങ്ങൾ പേപ്പറും അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മറ്റേ പൊട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് ടിപ്പ് ടാപ്പ് ടോ, വി ഡു ദാറ്റ്. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് വി ഡോണ്ട് ഡു ഇറ്റ് വെൻ വി ഹാവ് എ ഫോൺ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, റബ്ബർ ചപ്പലല്ലേ, അതിൻ്റെ അകത്തുനിന്ന് ടയർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങള് ഒരു മിനിറ്റ്, ഇത് ഒരു ഡിബേറ്റ് അല്ല. ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ജനറേഷനും ഓക്കെ, അവര് പണ്ടെന്തോ ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ പിള്ളേരെയും കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആ സമയത്ത് എൻ്റെ പേരൻസിന് എന്ത് പറ്റുമായിരുന്നു അത് അവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് പറ്റുമോ നമ്മൾ ചെയ്യാം. ഇപ്പൊ ഞാൻ ചെയ്തത് ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും, അല്ലെങ്കിൽ 70s കളിക്കും. I'll tell you guys, ഈ കാര്യം ഞാൻ ചെയ്തിട്ടില്ല. we from playing free fire, okay, to just playing XOX, അല്ലെങ്കിൽ ഞങ്ങൾ പേന എടുത്തിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇങ്ങനെ ഇടക്കുന്ന് കുത്തി, we will do that, right? അതല്ലാതെ we play pena fight. Oh, we are the same generation, bro. Yeah. അല്ല, so what I'm എല്ലാവരും ഒരു ജനറേഷൻ. See, what I'm trying to say is that മിക്കവാറും it's like everyone is kid inside. Even if you are 20, 30, 40, 50, everybody is kid by heart. ടോവിനോ പണ്ട് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഈ പൊട്ടത്തരം നമുക്ക് ഇത്രയും പ്രായം എന്ന് വിചാരിക്കും, പക്ഷേ എവരിബഡി ഈസ് ബിഗ്. ഇത് അടുത്തൊരു സാധനമൊക്കെ എന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടതൊന്നും ഒരു സാധനം. എനിക്ക് പൊക്കോം കിട്ടി. ഓക്കെ, അത് എന്താന്ന് വെച്ചാൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. എല്ലാവർക്കും സ്നേഹം ഇഷ്ടമാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പം ഓക്കെ എല്ലാവർക്കും കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമാണ്. അപ്പം പക്ഷെ അത് ഓപ്പണായിട്ട് പറയാൻ നമ്മുടെ സമൂഹം അനുവദിക്കുന്നില്ല. ഇനിയിപ്പോൾ അടുത്തൊരു സാധനം, ഇപ്പം എല്ലാവർക്കും കെട്ടിപ്പിടിക്കുന്ന ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ കാണുന്നവരെ കെട്ടിപ്പിടിക്കാൻ പറ്റത്തില്ല. അതിന് കൺസെന്റും പെർമിഷനും ആ ഒരു സാധനം കൂടെ ഉണ്ട്. ഈ 3 കാര്യങ്ങൾ അറിയുവാണെങ്കിൽ അത്യാവശ്യം വിവരം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം. എൻ്റെ സ്കൂളിലുണ്ടല്ലോ ഇൻ്റർവെൽ സമയത്ത് ടീച്ചേഴ്സ് ആരുമില്ല. എൻ്റെ ടീച്ചേഴ്സ് ആരുമില്ല, ലൈക്ക് ഈവൻ ഐ ഡോണ്ട് നോ ഇഫ് ടീച്ചേഴ്സ് കെയർ, ബട്ട് ലൈക്ക് ടീച്ചേഴ്സ് ഇല്ലാത്ത ഇൻ്റർവെൽ സമയത്ത് ദർ ആർ ദീസ് കപ്പിൾസ്. ഓക്കെ, അവർ ലൈക്ക് എന്താ പറയുന്നത്, ക്ലാസ് റൂമിൽ പോകും, ബാക്കി എല്ലാവരും പുറത്തായിരിക്കും. ആൻഡ് ടീച്ചേഴ്സ് വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് സോ ഫണി, എല്ലാവരും കൂടെ ഓടിപ്പോവും. പക്ഷേ യുനോ പക്ഷേ ടീച്ചേഴ്സ് ഉള്ള സമയത്തുണ്ടല്ലോ അങ്ങോട്ട് നോക്കത്തേയില്ല, അതാരാ. ഗേൾസിന്റെ സൈഡ് എക്സസ് ചെയ്യത്തില്ല, അവരാണുകൾ. പെണ്ണുകളോ ആണുങ്ങൾ സൈഡ് അത് ഞാൻ പറയുന്നു എന്ന് വെച്ചാൽ ഈ റബ്ബർ ബാൻഡ് നിന്നും പേന ഫൈറ്റും എല്ലാം ഇറ്റ്സ് സ്റ്റിൽ ദ സെയിം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഒരു പ്രായം കഴിയുമ്പം നമ്മുടെ ഇന്ത്യക്കാർക്കൊരു സ്വഭാവമുണ്ട്, വേറൊരാളെ കാണുന്നുണ്ടോ ചിരിക്കത്തില്ല. ഞാനൊരു രാജ്യത്ത് പോയി, റവാണ്ട. അവിടെ ഏറ്റവും കൂടുതൽ ജനോസൈഡ് നടന്നൊരു സ്ഥലമാണ് 94.
അവരുടെ ആ ഒരു ഹോറർ കഴിഞ്ഞിട്ട് ഇപ്പം ഒരാളെ കാണുവാണ്ട് ഫസ്റ്റ് തിങ് ദേ ഡു സ്മൈൽ. ഓക്കെ, അവർ നോക്കും, അവർ ആദ്യം സ്മൈൽ ചെയ്യും. ഓക്കെ, ഇത് ഞാൻ അത്യാവശ്യം ലോകത്ത് വേറെ എങ്ങും കണ്ടിട്ടില്ല. ഓക്കെ, പിന്നെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്നതിന് ഓക്കെ, അതേ ലിറ്ററലി സേ എൻ്റെ കുഞ്ഞിനെ കൊടുക്കണം പ്രൗഡ്ലി അവർ പറയുന്നത്. ഓക്കെ, അത് ഇറ്റ്സ് എ റൈറ്റ് ഓഫ് എ ചൈൽഡ് ടു ഹാവ് ബ്രസ്റ്റ് മിൽക്ക്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് എ റൈറ്റ് ഓഫ് എ മദർ ടു ഗിവ് ഇറ്റ് ടു. എൻ്റെ അമ്മയാണെങ്കിൽ എനിക്ക് മുലപ്പാൽ തന്നിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ എൻ്റെ ബ്രദേഴ്സിന് വിശക്കുമ്പോൾ അപ്പം തന്നെ അമ്മ ഫീഡ് ചെയ്തിട്ടുണ്ട്. അമ്മ നാണോ ഇതൊന്നും നോക്കിയിട്ടില്ല. ഇറ്റ്സ് എ പ്രിവിലേജ്. പക്ഷേ ഇപ്പം അത് സെക്ഷലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് വെരി സാഡ്. ആ ഒരു സാധനം It's like very bad. Like there was a comment like മറ്റേ വയനാട് അതായിരുന്നല്ലോ, ലൈക്ക് മറ്റേ അതിൽ ഇടിഞ്ഞു വീണായിരുന്നല്ലോ. സോ there are a lot of mothers that were ready to give the milk to the kids that were alone. You should see the comments. Have you seen? ഓർമ്മയുണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട് അതിൻ്റെ അകത്തെ കമൻറ്റ്, ഞങ്ങൾക്ക് അത് കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. It's very disgusting. Yeah. So I want to add something here. കാരണം even I admire this, but ഇപ്പം യു ആർ ടോക്കിംഗ് അബൌട്ട് ദ സെക്ഷുവൽ പാർട്സ്, സെക്ഷുവൽ തിങ്സ്. അന്ന് നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു സെക്സ് എഡ്യൂക്കേഷൻ ഇപ്പോൾ സ്കൂൾസിൽ തുടങ്ങുന്നുണ്ട്, പക്ഷേ പേരൻസ് അറിയാതാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പം ഈവൻ പേരൻസ് അല്ലെങ്കിൽ എൻ്റെ ഫാദർ ആണെങ്കിലും യു ഡോണ്ട് ഈവൻ സേ ദ വേർഡ്. സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കില്ലെന്നാണ് ഇവിടെ ഉള്ള എല്ലാവരും പറയുന്നത്. ഓക്കെ, ഐ മീൻ പബ്ലിക്കായിട്ടുള്ള മെയിൻ ഫിഗേഴ്സ്. പക്ഷേ അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇതെന്താണ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് തന്നെ ആൾക്കാർക്ക് അറിയില്ല. ഓക്കെ, അവർ സെക്സ് എന്ന് കേൾക്കുന്ന ഉടനെ അവരുടെ മനസ്സിൻ്റെ അകത്തൊരു കാര്യം പോവും, അതിനെക്കുറിച്ചുള്ള പഠിപ്പീരാന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഇതാണ് സമൂഹം പുതിയ കുട്ടികളെയും കുഞ്ഞു കുട്ടികളെയും പഠിപ്പിച്ചു വിടുന്നത്. അതാണ് ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച്. ബട്ട് ഗുഡ് ടച്ച് ഉണ്ട്, ബാഡ് ടച്ച് ഉണ്ട്, ടൈപ്സ് ഓഫ് ഫാമിലി ഉണ്ട്. നമുക്കൊക്കെ അറിയുന്ന ഏത് ടൈപ്പ് ഫാമിലിയാണ്. ഓക്കെ, ഫാദർ മദർ ബ്രദർ സിസ്റ്റർ, റൈറ്റ്. ചില there are a lot of families. There are gay couples, there are lesbian couples, they have kids. ഇതൊക്കെ they are all different kind of families. They are single parents. ഇത് നമുക്കൊരു കാര്യം മാത്രമേ അറിയത്തുള്ളൂ, അത് മാത്രമാണ് മഹത്വം ഉള്ളത്. ഓക്കെ, ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഫാദർ മദർ ബ്രദർ സിസ്റ്റർ, ദിസ് ഇസ് ഇറ്റ്. ഇതിൻ്റെ അപ്പുറം ഒന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം നമുക്കില്ല. ഓക്കെ, why are not schools providing sex education to students? Actually now it's What's the need? See, basic ആയിട്ട് The audience needs to know. ഇതൊരു രസമായിട്ടുള്ളൊരു ചോദ്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? ഒരു പൗരനാക്ക് നമ്മൾ വളരെ റെലവെന്റ് എംബ്രേസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഈ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളെ സ്കൂളിൽ വിടുന്നത്. ഈ സമൂഹത്തിൽ ജീവിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ബേസിക് വേണ്ടത്? നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുമായിട്ട് ഇടപെടാൻ വേണ്ടി. ഓക്കെ, അപ്പുറത്തെ ഒരു ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അവരോട് എങ്ങനെ ഇടപെടണം, ബേസിക്കായിട്ട് അറിയേണ്ട കാര്യമാണ്. നമ്മൾ ഈ പഠിക്കുന്ന എന്തിനാ? ജോലി കിട്ടുന്ന പൈസ കിട്ടും, ആ പൈസ എങ്ങനെ മാനേജ് ചെയ്യുന്നു അറിയാം, ആർക്കെങ്കിലും അറിയാം. ഇവരിപ്പോഴും ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ ഉണ്ട്. ഓക്കെ, SIP ഒക്കെ ഇപ്പോഴാണ് വന്നത്. ഓക്കെ, അല്ല സ്റ്റോക്സിലാണെങ്കിൽ അത് അല്ലെങ്കിൽ അത് ആരും പഠിപ്പിക്കത്തില്ല. ഞാൻ അന്ന് പറഞ്ഞില്ല, ഞാൻ സ്കൂളിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയ ദിവസം ഇവിടെ ഞാൻ സ്റ്റേജിൽ പ്രസംഗിക്കാൻ നേരം ടീച്ചർ എന്നോട് പറഞ്ഞ കാര്യം, ഇടം നീ ട്രേഡിങ്ങിൻ്റെ കാര്യം പറയരുത്. ഇതുപോലെ ഇപ്പം തന്നെ പിള്ളേരെല്ലാം ഇതിൻ്റെ പുറകെ. ഒരു പയ്യൻ ഇതുപോലെ ഈ മേക്കിംഗ് അറൗണ്ട് 50,000 പെർ മന്ത്, +1 പഠിക്കുന്ന പയ്യൻ. ആ ടീച്ചറിന് സാലറി ഇപ്പോഴും 50,000 ഇല്ല, മേ ബി 30,000 പോലും ഉണ്ടാവില്ല. പക്ഷേ എന്നിട്ട് അവർ, കാരണം അവർക്ക് ഈ കുട്ടിയോട് എന്ത് പറയും, നീ പരീക്ഷയ്ക്ക് തോറ്റു, ജോലി കിട്ടത്തില്ലെന്ന് പറയും. അവൻ എന്തിനാ ജോലി? +1 പഠിക്കുമ്പോൾ അവൻ 50,000 പെർ മന്ത് ഉണ്ടാക്കുന്ന ഒരാൾക്ക് ഇവിടുത്തെ ഒരു സാധാരണ ജോലി ഇട്ടിട്ട് ഒന്നും ചെയ്യാനില്ല. ആൾക്കാർ പറയുന്നതും ഓക്കെ, കുഞ്ഞിലോട്ട് പഠിക്കുന്നത് നല്ല മാർക്ക് മേടിച്ച് പഠിച്ചാലേ നല്ല ജോലി കിട്ടുള്ളൂ. പക്ഷേ ജോലി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആൾക്കാരെ പഠിപ്പിക്കുന്നില്ല. ഇത് അടുത്തൊരു സാധനം, നല്ല മാർക്ക്. ഇവിടെ ഈ മാർക്കിൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെയും, ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരം തുടങ്ങി തന്നെ. ഓക്കെ, ഈ മാർക്കിൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെയും അതിൻ്റെ പുറകെ മാർക്കിൻ്റെ കാര്യമുണ്ടല്ലോ. ഞങ്ങളുടെ ഇവിടെ ലൈക്ക് ഞങ്ങളുടെ സ്കൂൾ ക്ലാസ്സിൽ മിക്ക കുട്ടികൾ കൊമേഴ്സ് എടുത്തേക്കുന്നത് ജസ്റ്റ് ഫോർ മാർക്സ്. 10th വരെ പഠിച്ചിരുന്ന മിക്ക കുട്ടികൾ ജസ്റ്റ് ഫോർ മാർക്സ്. ദേ ഡോണ്ട് കെയർ അബൌട്ട്. I found it's so interesting, the topics and all, but at the end of the day my friends don't, right? They're like, okay, that's it, right? Like they are not doing it for the interest or
ഇത് ഉപയോഗമാവും ഇൻ ദ ഫ്യൂച്ചർ. ദേ ജസ്റ്റ് ലേണിംഗ്. ടീച്ചർ പറഞ്ഞു ഓക്കെ ആക്ടിവിറ്റി ചെയ്തു, ദാറ്റ്സ് ഇറ്റ്, നത്തിങ് എൽസ്. ദാറ്റ്സ് എ റെലവൻറ്റ് പോയിന്റ്. കാരണം ഇവിടെ നമ്മൾ പണ്ട് ഈ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും 10th വരെ CBSE പഠിച്ച ഒരു കുട്ടി സ്റ്റേറ്റിലോട്ട് പോകുന്നത് മാർക്ക് കിട്ടാനാണ്. അത് ഇവിടെ CBSE പഠിച്ച എ പ്ലസ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദിസ് തിങ്. A+ ആണോ നിങ്ങളുടെ കുട്ടികൾ എൻജോയ് ചെയ്യുവാണോ? നിങ്ങളുടെ പിള്ളേർ എൻജോയ് ചെയ്യുന്നതല്ലേ നിങ്ങൾക്ക് ആദ്യം കാണേണ്ടത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ജനിക്കുമ്പോൾ തൊട്ട് സ്കൂള് പോട്ടെ, അതിന് മുമ്പേ പ്രീ സ്കൂളായി, ഓക്കെ, അത് കഴിഞ്ഞിട്ട് KG ആയി, അത് കഴിഞ്ഞിട്ട് പിന്നെ 1 തൊട്ട് 10 വരെയായി. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ തലവേദനകളാണ് വരുന്നത്. എക്സാം ആയത്. പിള്ളേർ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. അവർ സയൻസ് അറിഞ്ഞിരിക്കണം, ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം, കണക്ക് അറിഞ്ഞിരിക്കണം, ഹിസ്റ്ററി, സോഷ്യൽ, സിവിക്സ്, എക്കണോമിക്സ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അറിയണ്ടെന്നല്ല പറയുന്നത്. ഒരു സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഈ ഇത്രയും പറഞ്ഞതിൻ്റെ അകത്ത് ഫിനാൻസ് ഉണ്ട്, ഓക്കെ, എക്കണോമിക്സ് ഉണ്ട്, സിവിക്സ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഏതെങ്കിലും പിള്ളേർക്ക് അറിയാമോ? എത്ര പിള്ളേർക്ക് അറിയാം? ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്തിനാന്ന് വേണ്ടിയിട്ടാണ്. ഒന്നാമത് ഈ ടീച്ചർമാർക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല, ഓക്കെ. ടീച്ചർമാർ ദേ നീഡ് ദാറ്റ് എഡ്യൂക്കേഷൻ. അതൊരു എന്തിനാണ് നിങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുന്നത്? 20,000 സാലറി മേടിക്കുന്ന ഒരു ടീച്ചറിന് എങ്ങനെ കുട്ടികളെ മണി മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടും ഫൈനാൻഷ്യൽ ഗോൾസിനെ പറ്റിയിട്ടും ബിസിനസ് ബിൽഡിങ്ങിനെ പറ്റിയും പഠിപ്പിക്കാൻ പറ്റും? കാരണം ഇവിടെ എല്ലായിടത്തും ക്രൈറ്റീരിയാസ് ഉണ്ട്, പക്ഷേ ദ ക്വാളിറ്റി ഓഫ് ടീച്ചേഴ്സിനെ പറ്റിയിട്ട് ഒരു ക്രൈറ്റീരിയ ഇവിടെ ഇല്ല. ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഗിവിംഗ് ജനറേഷൻസ് ടു ദെയർ ഹാൻഡ്സ്. ഇതൊക്കെ ഇപ്പം തീരും. ദിസ് വൈഡിഗ്രി തീർക്കും. Yeah, I mean that's a natural thing. I told you about it. നമ്മൾ ഇപ്പം ഞാനിത് തുടങ്ങാൻ കാര്യം ഇതേ സെയിം സാധനം. കാരണം 10th ഒരു മാർക്കിൻ്റെ 12th ഒരു മാർക്കിൻ്റെ പേര് കുട്ടികളെ മണ്ടന്മാരെന്ന് വിളിക്കും. മാർക്ക് കുറഞ്ഞ A+ ഇല്ലാത്തവൻ മണ്ടനാവുന്നത് എങ്ങനെ? ലൈക്ക് ലിറ്ററലി ലോഡ് ഓഫ് പീപ്പിൾ ആർ ഔട്ട് ദെയർ. ഇത് കാണുന്നവരുണ്ടാവും. A+ കുറേ മേടിച്ച് കൂട്ടിയിട്ട് ഇപ്പോൾ ഒരു ഇതും ഇല്ലായിരിക്കുന്നുണ്ടാവും. അന്ന് A+ മേടിക്കാത്ത പല ആൾക്കാരും. I am a person who has gotten A+ as nice by studying for 2 months. ഓക്കെ, എൻ്റെ പോലെ മണ്ടൻ. ഇമാജിൻ, അത്രയും നാളെ ഞാൻ പഠിച്ചില്ല. ലാസ്റ്റ് 2 months ഞാൻ പഠിച്ചതാണ്. I'll tell you a story. ഇപ്പം ഞാനിട്ട് 10th പഠിച്ചപ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നിനക്ക് 70%, 60% കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ ഞാൻ തല മുട്ടയടിച്ച് പച്ച പെയിൻ്റ് അടിച്ച് നടക്കുമെന്ന് പറഞ്ഞു. ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ്. അപ്പം അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു മോനുണ്ട്, ഭയങ്കര പഠിപ്പിക്കുക. ദിസ് കോൺസ്റ്റൻറ്റ് കമ്പാരിസൺ ഇസ് ദെയർ. അവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്. ഇപ്പം ഈ പുള്ളിക്കാരി ഭയങ്കര തള്ളുവാണ്. അപ്പം ഇവനെ എനിക്കറിയാവുന്നതുകൊണ്ട് അവന് 10 മാർക്ക് കിട്ടി. ഇവർ പറയും ഇവന് 99 മാർക്കുണ്ടെന്ന്. അപ്പം അതെ. അപ്പം ഇവൻ്റെ വീട്ടിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഇവൻ മറ്റേ 100 ബുക്സാണ് ഉള്ളത്, മറ്റേ ലേബറിൻ്റെ അത് ഇത് അതിൻ്റെ ഗൈഡൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ഉള്ള കോൺഫിഡൻസോടെ പോകും. നമ്മളാകെ വല്ല പുസ്തകം പഠിച്ചിട്ടായിരിക്കും. അങ്ങനെ എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഒരു അച്ഛൻ ഇത്ര ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഞാൻ ഈ എക്സാം റിസൾട്ട് വരുന്ന ദിവസം രാവിലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി. വീട്ടിലിരിക്കാനുള്ള ധൈര്യമില്ല. കാരണം വീട്ടുകാരെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് കാണുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ I got like 98%. അപ്പം അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങളുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോഴും ഞാൻ മറ്റേ രാജാവായിട്ട് വരിക. വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഗേറ്റ് തുറന്നപ്പോൾ എന്നെ തെറിയാ പറഞ്ഞത്. ഞാൻ എവിടായിരുന്നു? എന്നിട്ട് മറ്റേ മലയാളത്തിന് എനിക്ക് മാർക്ക് കുറവായിരുന്നു. മലയാളത്തിനൊക്കെ മാർക്ക് കുറവല്ലേ ഇത്? ലിറ്ററലി 98. അത് ആലോചിക്കണം. ഈ പേരൻസ് ഒക്കെ എത്ര മാർക്ക് കിട്ടിയിട്ടാ ജയിച്ചെന്ന് ഓർത്താണോ? ഡാഡ് വാസ് എ ജീനിയസ്. റാങ്ക് ഹോൾഡർ ഒക്കെ ആയിരുന്നു. ആയിരുന്നല്ലേ? അതിൻ്റെ പ്രഷറാണ്. അപ്പം ലിറ്ററലി ആള് മുട്ടയടിക്കുന്ന പറഞ്ഞ ആൾ ഇത് നല്ല വാക്ക് പോലും പറഞ്ഞില്ല. നമ്മുടെ മൂഡ് പോകത്തില്ലേ? അത് പിന്നെ പഠിച്ചിട്ടില്ല. +2 ഇതാണ് കാര്യം അമ്മ കാണുന്നുണ്ടെങ്കിൽ. ദിസ് ഇസ് അനദർ തിങ്. ഇത് ഒത്തിരി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടറാണ്. അവൻ 10th ക്ലാസ് വരെ യൂസ് ലൈക്ക് റിയലി ഗുഡ് ഇൻ സ്റ്റഡീസ്. 11 12 അവനെ പിടിച്ച് സയൻസ് ചേർത്തി. അവൻ്റെ സയൻസ് എടുക്കണ്ടായിരുന്നു. അത് കണ്ട് അവനെ പിടിച്ച് ഡോക്ടറാക്കി. ഡോക്ടറിന് വേണ്ടി പഠിപ്പിച്ചു. എങ്ങനെ അവൻ ജയിച്ചെന്ന് അവന് തന്നെ അറിയത്തില്ല. ഓക്കെ. ആൻഡ് ഇത് പിന്നെയും ഈ പേരൻസിൻ്റെ ഒരു ജിദ്ദി എന്ന് വെച്ചാൽ അവരുടെ പിടിവാശിയാണിത്. Being a parent, why are parents behaving like that? Because they don't know what to do. They don't know what to do. See, they follow what നാടോടുമ്പോൾ നടുവേ ഓടുമെന്ന് പറയുന്ന പോലെ തന്നെ ആരിൽ എന്തെങ്കിലും ചെയ്യുന്നു എങ്കിൽ പിന്നെ അത് നമ്മളും ചെയ്യുന്നു. എല്ലാവരും ട്യൂഷന് വിടുന്നു, നമ്മളും ട്യൂഷന് വിടണം. എല്ലാവരും സ്പോർട്സിന് വിടുന്നു, നമ്മൾ സ്പോർട്സിന് വിടണം. എന്തിനാണ് നിങ്ങളുടെ കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ കുട്ടികൾക്ക് എന്താണ് വേണ്ടത്? നമ്മൾ ഈ പിള്ളേരുടെ കൂട്ടത്തിൽ രാവിലെ തൊട്ട് രാകുന്നേരം വരെ ഒന്നും ഇരിക്കേണ്ട കാര്യമില്ല. ഇവിടെയൊക്കെ ഓരോ അമ്മമാർ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കി അവരുടെ കൂട്ടിരുന്നിട്ട് ഓരോന്ന് കൊണ്ടു കൊടുക്കുന്ന പേരൻസ് ഉണ്ട്.
അതിൽ പകരം ആ കുട്ടിയുടെ അടുത്തൊരു 15 മിനിറ്റ് ഒരു ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യേ. എടാ നീ എന്താ ചെയ്തത്, ഇത് തന്നെ 15 മിനിറ്റ് മതി, അതിൻ്റെ അപ്പുറം വേണ്ടെന്ന്. ഒന്ന് സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ പിള്ളേരെ മനസ്സിലാക്കാൻ പറ്റും, പിള്ളേർ നമ്മുടെ അടുത്ത് വന്ന് എല്ലാം പറയുകയും ചെയ്യും. ഈ ഒരു സാധനം പിള്ളേർ നീ ഒന്ന് പറയുന്നുണ്ടല്ലോ. സോ ഇത്രയും പോലും അറിവില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി എ ഷെയിം. ഓക്കെ, നമ്മുടെ ഈ കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നത് പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് ചില സമയത്തുണ്ടല്ലോ ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തമാശയാണുള്ളത്. നിങ്ങൾക്ക് വായിക്കാൻ അറിയാമായിരിക്കും, പക്ഷേ നിങ്ങളുടെ കേരളം നോക്കിയേ, എവിടെ എത്ര ബിസിനസ്സസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സമൂഹം ബെറ്റർ ആവുകയാണെങ്കിൽ എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ബേസിക് റോഡ് വേണം, ഹെൽത്ത് വേണം, സ്കൂൾ വേണം. ഓക്കെ, സ്കൂളുണ്ട്, ഹെൽത്ത് ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കാം, നിങ്ങൾ എത്ര പേര് ഇവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് ടൈം കേരളത്തിന് വെളിയിൽ മലയാളികൾ എന്ന് വെച്ചാൽ അടിപൊളി ജോലികളുണ്ട് അവർക്ക്. ദേ ആർ വർക്കിംഗ് ഇൻ ഗുഡ് പൊസിഷൻസ്. ഇംഗ്ലീഷൊക്കെ പഠിക്കുന്ന കേരളത്തിൽ നിൽക്കുന്ന പോലുമില്ല. കേരളം നിന്നിട്ട് എന്ത് കിട്ടും? ഇവിടെ ഒരു ബിസിനസ് തുടങ്ങുന്നത് എന്ത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, രാഹുൽ ഇപ്പോൾ ഇത്രയും ചെയ്യുന്നത് ഹീസ് ആക്ച്വലി ഗെറ്റിംഗ് ലോട്ട് ഓഫ് സപ്പോർട്ട്. ഓക്കെ, അത് വൺ ഓഫ് കേസസ് ആണ്. പക്ഷേ ഒരു ബിസിനസ്, ഞാനിവിടെ ബിസിനസ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഇറ്റ് ടുക്ക് മീ സം ടൈം. എന്നുവെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഹർത്താളുണ്ടായിരുന്നു. ഇവിടുത്തെ ലോസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഏറ്റവും പാട്. ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കാൻ, ഞാൻ ഐ ഓൾവേസ് സേ ദിസ്, ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കാൻ എളുപ്പമാണ്. ഇവിടുത്തെ നിയമങ്ങളും മറ്റേ റെഗുലേഷൻസ് പരിപാടിയാണ് പറ്റാത്തത്. അത് തന്നെയാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ആര് ചെയ്യും? ഇതൊക്കെ നമ്മൾ തന്നെ വേണം ചോദിച്ച് മേടിക്കാൻ. നമുക്ക് ഒന്നാമത്തേന്ന് വെച്ചാൽ നമുക്ക് ബേസിക് ഒരു ബിസിനസ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ആർക്കും അറിയത്തില്ല. ചിലരുണ്ട് ഭയങ്കര ജീനിയസസ് ആണ്, പ്രോഗ്രാം ഉണ്ടാക്കാനും പ്രോഡക്റ്റ് ഉണ്ടാക്കാനും. ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ചെയ്യാൻ അറിയത്തില്ല, അതിൻ്റെ ഗുണം എന്താണെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞിട്ട് ആ കമ്പനിയിൽ നിങ്ങൾ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ അറിയത്തില്ല. ആ ട്രീറ്റ് ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. ഇനിയിപ്പോൾ അതുമല്ല, നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ വെക്കാൻ അറിയത്തില്ല. ഓക്കെ, കസ്റ്റമർ ഇസ് ഗോഡ് എന്ന് പറയുന്ന സാധനമാണ്. നിങ്ങളൊരു കസ്റ്റമറിനെ സാറ്റിസ്ഫൈ വെക്കുവാണെങ്കിൽ ദേ വിൽ ഗിവ് യു മച്ച് മോർ ബിസിനസ്. ഓക്കെ, ത്രൂ റെഫറൻസ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റാത്തൊരു നാടാണിത്. ഓക്കെ, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇല്ല, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ആരോ എന്താ പറഞ്ഞാൽ അതങ്ങ് ചെയ്യുന്നു. പിന്നെ പൈസ പ്രോഫിറ്റിന് വേണ്ടിയുള്ളൊരു, എല്ലാവരും ബിസിനസ് ഉണ്ടാക്കുന്നതിനാ പ്രോഫിറ്റിന് വേണ്ടി. ഇത് മാത്രമാണ് ആൾക്കാരുടെ തലയിലുള്ളത്. സോ ബേസിക്കലി സ്കൂൾസ് ആണെങ്കിലും ഈ സോഫ്റ്റ് സ്കിൽസ് പഠിപ്പിക്കുന്നില്ല. പേരൻസും പലരും സോഫ്റ്റ് സ്കിൽസ് പഠിപ്പിക്കുന്നില്ല. പേരൻസ് പഠിക്കുന്ന പണ്ട് പഠിക്കുന്ന ആരെങ്കിലും വലിയവർ വന്നാൽ എഴുന്നേറ്റ് നിൽക്കണം. ഇറ്റ്സ് ഓൺലി തിങ് ദാറ്റ് ടീച്ച്. ഇത് തന്നെയാണ് പറഞ്ഞത്, ഒരു അറിവില്ലായ്മയുടെ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി അറിവുള്ളതെന്നല്ല പറയുന്നത്, പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യമൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ 2 പിള്ളേർ ജനിക്കുന്നു, ഒരാണും പെണ്ണുമാണ് സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പഠിക്കുക എങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞു. വാട്ട്സ് യുവർ മെസ്സേജ് ടു ദോസ് കൈൻഡ് ഓഫ് പീപ്പിൾ ഔട്ട് ദേർ? എനിക്കറിയത്തില്ല എന്താ പറയേണ്ടതെന്ന്, സത്യം പറയാമല്ലോ. അവരാരും നമ്മൾ പറയുന്നത് കേൾക്കത്തില്ല. അവർക്കൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ റെബലാണ്. ഓക്കെ, നമ്മൾ നമ്മുടെ ഇഷ്ടം ചെയ്യുന്നത് ഇപ്പോൾ തോന്നിയ ഐ മീൻ സി ആര് ഹേറ്റ് പറഞ്ഞാലും Hi guys, I'm still here. അല്ല, നമ്മളിപ്പോൾ എത്ര ഹേറ്റ് പറഞ്ഞാലും ഞാൻ ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു തെറ്റ് പറയുവാണെങ്കിൽ പറയണം. ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പഠിക്കുക പറഞ്ഞു. അവസാനം പഠിച്ചു കഴിഞ്ഞാൽ ജോലി എന്ന് പറയുന്നു. ജോലി കിട്ടി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ പഠിത്തം കഴിഞ്ഞാൽ ഉടനെ, ഇപ്പം ആണുങ്ങൾ ജോലി കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി കെട്ടും. 2 പേരും കൂടെ പോയി കെട്ടുന്നു. ഓക്കെ, അതും അറേഞ്ച്ഡ് ആയിരിക്കും. ഇനി മൈ മിസ്റ്റേക്ക് ലവ് ആണെങ്കിലൊക്കെ ഫെയർ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണിന് പെണ്ണെ അറിയത്തില്ല, പെണ്ണ് ആണിനെ അറിയത്തില്ല. പീരീഡ്സ് എന്തോ ഇപ്പോൾ ഓരോരുത്തരത്തൊക്കെ എന്താ അപ്പന്മാരോട് പറയല്ലോ പീരീഡ്സിനെ കുറിച്ച്, ബ്രദേഴ്സിനോട് പറയല്ലോ പീരീഡ്സിനെ കുറിച്ച്. പിന്നെ എങ്ങനെ ഇവന്മാരെ പഠിക്കുന്നത്? ഓക്കെ, വീട്ടിൽ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വളർത്തുന്ന വെച്ചാൽ പെണ്ണുങ്ങളെ വളർത്തുന്ന നീ വേറൊരു വീട്ടിൽ പോയിട്ട്
ഫുഡ് ഉണ്ടാക്കണ്ട. അതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് ഇവിടെ നിന്ന് മറ്റേ പണ്ടില്ല സാധനമൊക്കെ ഉണ്ടായിരുന്നില്ല, പീരീഡ്സ് ആകുമ്പോഴത്തേക്ക് തറയിൽ കിടന്നുറങ്ങണം, അങ്ങനെ തറയിൽ കിടന്നുറങ്ങണം, തുളസി പോയിട്ട് പറിക്കരുത്, അത് ഉണങ്ങിപ്പോവും. അത് ഈയിടെ ഒന്ന് ഓടുന്നുണ്ടെന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അത് ഓടുന്നുണ്ട്. പിന്നെ അവർക്ക് അല്പം ധൈര്യമുണ്ട്, അവരുടെ അമ്മയോട് പറയും പോയി പണി നോക്കാൻ പറയും. അതിപ്പോഴും ഓടുന്നുണ്ട്. പള്ളി പോകാൻ പറ്റത്തില്ല. ഈയിടെ കഴിഞ്ഞ ആഴ്ച ഒരു ജിമ്മിൽ പോയപ്പോൾ ജിമ്മിലെ ഇൻസ്ട്രക്ടർ പറഞ്ഞത്, അത് ഇറ്റ്സ് എ ലേഡീസ് ജിം, നിങ്ങൾക്ക് പീരീഡ്സ് ആയിരുന്നു അതുകൊണ്ട് ഇവിടെ വരണ്ട, അതിപ്പോൾ നിങ്ങൾക്ക് ഇറ്റ്സ് എ പോസിറ്റീവ് ജിം എന്നാണ് പറഞ്ഞത്. പീരീഡ്സ് ആകുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ജിമ്മ് നെഗറ്റീവ് ആവും. It's not blood. ഒന്ന് You're not supposed to go to gym. You have blood inside you. No. ഇത് ഭയങ്കര സാഡായിട്ടുള്ള കാര്യം വെച്ചാൽ ഒന്ന് ഓർത്തോ, ഒരു പെണ്ണ് തന്നെയാണ് പെണ്ണിനെ പിടിച്ച് താഴോട്ട് വലിക്കുന്നതെന്ന് ഓർത്തോണം. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ പറയുമ്പോൾ ടോക്ക് അബൌട്ട് ഫെമിനിസം, ഈ ഫെമിനിസം പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പുറത്ത്. അപ്പം ഇവർക്ക് ഇവരുടെ വീട്ടിൽ ഇവരുടെ അച്ഛനും അമ്മയുടെ അടുത്ത് കാണിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇവർ അഗ്രഷനായിട്ട് ബാക്കിയുള്ള നെഞ്ചത്തോട്ട് കയറാൻ പോകുന്നത്. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. കുറേ ആൾക്കാരുടെ കേസിൽ എനിക്കറിയാം പേഴ്സണലി. കാരണം ഇവർ അമ്മ പോയി തറ കിടക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ പറഞ്ഞാൽ അവർ തറ കിടക്കും. എന്നിട്ട് ആ ഫ്രസ്ട്രേഷൻ ഇവർ പോയി പുറത്ത് ഫെമിനിസ്റ്റായിട്ട് വി ഡിമാൻഡ് അവർ റൈറ്റ്സ്. ഈ പറഞ്ഞ സ്വന്തം വീട്ടിൽ റൈറ്റ്സ് കിട്ടാത്ത ഒരു പെൺകുട്ടി എങ്ങനെയാണ് പുറത്ത് പോയി റൈറ്റ്സ് കിട്ടുന്നത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ലോജിക്. ഈ ഫെമിനിസം ഈസ് ബേസിക്കലി ഇക്വാലിറ്റി, ഓക്കെ, ഓർ ഇക്വിറ്റി. ഇച്ചിരി പറയുവാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് പറയാൻ വേണ്ടി. ഇതൊക്കെ എത്രയൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടെന്നറിയാം നമ്മുടെ കേരള ഇവിടെ, ഇൻക്ലൂഡിങ് ഹാർഡ് കോർ ഫെമിനിസ്റ്റ്. ഇവർക്ക് പോലും ഇവരെ ഡിഫെൻഡ് ചെയ്യാൻ ഇവർക്ക് അറിയില്ല. ഓക്കെ, ദേ ഡോണ്ട് നോ. ഓക്കെ, അവർക്കൊരു ജോലി. ഓക്കെ, മോസ്റ്റ് ഓഫ് ദം ഡോണ്ട് വർക്ക്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദം ദേ ഡോണ്ട് വർക്ക്. ഓക്കെ, അവര് ഫെമിനിസം പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കുമായിരിക്കും. ഓക്കെ, അല്ലാതെ മറ്റേ ഏതാണ്ട് ഒരു ഐ തിങ്ക് ആളാണെന്ന് തോന്നുന്നു, ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്കും ഇതുപോലെ എന്തോ വിജയുടെ പടത്തിൽ വിജയ്ക്ക് 100 കോടി കിട്ടി, നയൻതാരയ്ക്ക് 20 കോടി കിട്ടിയുള്ളൂ. അപ്പം വിജയുടെ ഒപ്പം അഭിനയിച്ച ബാക്കിയുള്ള ആൾക്കാർക്ക് എത്ര കിട്ടി? ലാലേട്ടനും മമ്മൂക്ക എത്ര ഉണ്ടാക്കുന്നുണ്ട്, വിജയ് എത്ര ഉണ്ടാക്കുന്നുണ്ട്? അപ്പം മമ്മൂക്കയെക്കാട്ടിലും ലാലേട്ടനെക്കാട്ടിലും നല്ല നടനാണോ വിജയ്? ഷൈൻ ടോം ചാക്കോ ആരുടെ ഒരു ഇന്റർവ്യൂ ഞാനിത് കണ്ടായിരുന്നു. ഞാൻ ഷൈൻ്റെ കാര്യം തൽക്കാലം ഇപ്പം വിടുവാണ്. കാരണം ഷൈൻ്റെ ലേറ്റസ്റ്റ് ഒരു ഇത് പോഡ്കാസ്റ്റ് ഉണ്ട്, വിച്ച് റിയലി ഗുഡ്. പക്ഷേ ഒരാൾക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ പൈസ കിട്ടുന്നത്? അവരുടെ മാർക്കറ്റ് വാല്യൂ കൊണ്ടിട്ടാണ്. അവരത്രയും തിരിച്ചു കൊടുക്കുന്നുണ്ട്. വിജയുടെ ഒരു പടം വരുന്നുണ്ടാകുമ്പോൾ ഹൈപ്പ് നയൻതാരയുടെ പടം. അല്ലാതെ ഒരു പെണ്ണ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് പൈസ കൊടുക്കാൻ പറ്റത്തില്ല, ആണ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൈസ ഉള്ള ദാറ്റ് സിംഗർ ടേലർ സ്വിഫ്റ്റ്, ഷീ ഈസ് വാട്ട്, ഓക്കെ, എന്ന് വെച്ചോണ്ട് സുബിൻ്റെ പാട്ടുകാരനാണെന്ന് എനിക്ക് ആണെന്ന് പറഞ്ഞിട്ട് തരുമോ? നോ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. പീപ്പിൾ ആർ സോ ഡംബ് ഇനഫ് ടു സേ ദിസ്. പീപ്പിൾ ആർ റിയലി ഡം. കാരണം ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് ഇവർ ഇൻജെക്ടിങ് ഇപ്പം നമ്മുടെ സൊസൈറ്റി നോംസിൽ ഇപ്പോൾ ഇൻജെക്ട് ചെയ്യുന്ന ഒരുപാട് ഫെമിനിസം, ഡിപ്രഷൻ, ആങ്സൈറ്റി. actually talk to women, ഇപ്പൊ സൗണ്ട് റേസ് ചെയ്താൽ പറയും, ഓ ഐ ആം ഗെറ്റിംഗ് എ പാനിക് അറ്റാക്ക്. സൗണ്ട് റേസ് ചെയ്താൽ how can someone get a panic attack? the thing is നമ്മളൊന്നും ട്രെയിൻഡ് അല്ല ചെറുപ്പത്തിൽ. ഇപ്പം സുബിൻ പറഞ്ഞ ഒരു ജനറേഷൻ ഉണ്ട്, പേരൻസ് പിള്ളേരെ അലോ ചെയ്യത്തില്ല, അവർ എന്തോ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അത് കഴിഞ്ഞിട്ടൊരു ജനറേഷൻ ഉണ്ട്, പിള്ളേർക്ക് എല്ലാം കൊടുക്കും. എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് എൻ്റെ കൊച്ചു വാങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പിള്ളേർ ഭയങ്കര സാഡാക്കില്ല, അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്യില്ല. നിങ്ങൾ സ്ട്രഗിൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത്? ഒരു പ്രാവശ്യം പിള്ളേർ താഴെ വീണില്ലെങ്കിൽ അവർ തന്നെ എഴുന്നേക്കാൻ പഠിക്കത്തില്ല. അത് ഫെയിലിയേഴ്സ് ആർ ദി പില്ലേഴ്സ് ടു സക്സസ്. അതിനകത്ത് there is no compromise. There are two types of parents. ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ട് എൻ്റെ മക്കൾ കഷ്ടപ്പെടരുത്, ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ട് എൻ്റെ മക്കളും അതിനേക്കാളും കഷ്ടപ്പെടണം. ഇങ്ങനെ 2 types ഉണ്ട്. ഇപ്പം എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞാൽ ഓക്കെ കഷ്ടപ്പെട്ട് തന്നെ വളർന്നാൽ മതി എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഐ വാസ് എ റിബൽ അറ്റ് ദാറ്റ് ടൈം. എൻ്റെ ഒരു കാരണം ഇപ്പം ഫാമിലി, ഡോക്ടർ, ടീച്ചർ, ഈ ഒരു സംഭവം അതിൻ്റെ ഒരു പ്രിവിലേജ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇറ്റ് ഡസൻറ്റ് ഈവൻ ഗിവ് മീ മണി. അപ്പം ഈ ഒരു സംഭവം ഉണ്ട്. അപ്പം നമുക്ക് അത്രയും ഫ്രസ്ട്രേഷനാണ്. അപ്പം നമ്മൾ പഠിക്കുന്ന CBSE സ്കൂളിലാണെങ്കിൽ ഈ പറഞ്ഞ ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇതുള്ളൂ. നിൻ്റെ വീട്ടിലുണ്ടായിട്ട് നിൻ്റെ കയ്യിലില്ലേ? ഈ ചോദ്യം വരുമ്പോഴാണ് ദാറ്റ് ഹിറ്റ് എ സാൾട്ട്. അപ്പം ഓവർ ദ പീരീഡ് ഓഫ് ടൈം വാട്ട് ഐ റിയലൈസ്ഡ് ഈസ് ഈ ഇങ്ങനെ എന്നെ വളർത്തി ആ ക്രിയേറ്റ് ചെയ്ത റേജും അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഓക്കെ ഐ ഡോണ്ട് ഹാവ് മണി, ഐ വാണ്ട് ടു മേക്ക് മണി, അല്ലെ ഹി ഈസ് നോട്ട് ഗെറ്റിംഗ് മീ കാർസ്, ഐ വാണ്ട് ടു ഗെറ്റ് ഓൾ ഓഫ് ദ കാർസ് ഇൻ ദ വേൾഡ്. അപ്പം ഇങ്ങനെ വാശി ഉണ്ടാക്കിയത് ലൈക്ക് ഹി ഡിഡ് ദ റൈറ്റ് തിങ്. ഇപ്പം ഈയിടെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് അമ്മ എന്നെ വളർത്തിയവരായിട്ട് അനിയനെയും വളർത്തണം. ഐ യൂസ് ടു സേ ദാറ്റ്. കാരണം ഇപ്പം ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഹി ഡിഡ് ദ റൈറ്റ് തിങ്.
അപ്പോൾ ഇവൻ ഇപ്പം എനിക്ക് കുട്ടികളുണ്ടാവുക ചിലപ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കും വളർത്തുക, അങ്ങനെ വളർത്തുക. സോ ഹാർഡ് ഉണ്ട്. അങ്ങനെയാണല്ലോ വേണ്ടത്. They have to suffer. They have to learn. They have to learn. Suffer ചെയ്യാൻ മീൻസ് that is Go failure, through the right? processes. Yeah, you have to go through that process. ഇപ്പം നമുക്ക് പോയിട്ട് ഫിനാൻസ് മൊത്തം പഠിക്കാം, ഓക്കെ, BCom എടുക്കാം, ഫിനാൻസ് മൊത്തം പഠിച്ചാലും യു വിൽ നോട്ട് ബി എ സക്സസ്ഫുൾ ട്രേഡർ, റൈറ്റ്? യു സ്റ്റിൽ ഹാവ്, നിങ്ങൾ എന്തായാലും കൈ പൊള്ളിക്കും. വെൻ യു ആർ ഇൻ ടു ട്രേഡിങ് നിങ്ങൾ കൈ പൊള്ളിക്കും. അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ യു ഷുഡ് ബി സം സൂപ്പർ ഹ്യൂമൻ ബീങ്, റൈറ്റ്? ഇനി ട്രേഡിങ്ങിൻ്റെ കാര്യം ഇപ്പം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടില്ല ഇതെങ്ങനെ എങ്ങനെ ട്രേഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റോക്സ് മനസ്സിലാക്കുന്നത്, ഓക്കെ, ഇത് നല്ലതാകുമോ ഇതാകുമോ, ഭാവിയിൽ എന്തായിരിക്കും, ഇങ്ങനെ ഈ ഒരു സെക്ടർ വരുമോ ഇല്ലയോ, ഇതൊക്കെ വെച്ചിട്ട് ഫണ്ടമെന്റ്സൊക്കെ പഠിപ്പിച്ചിട്ടില്ല, ഓക്കെ, ആരും പഠിപ്പിച്ചിട്ടില്ല. അത് ബേസിക് ഫൈനാൻസ് പോലും പഠിപ്പിച്ചില്ല. ഹൗ ടു മാനേജ് യുവർ സാലറി, ഹൗ മച്ച് യു ഷുഡ് മേക്ക്. നൺ ഓഫ് ദീസ് ആർ റോക്കറ്റ് സയൻസ്. How to do tax. They don't even teach how to make money. Tax ഇന്നത്തെ അതാരാ പഠിപ്പിക്കുന്നത്? ഈ പഠിപ്പിക്കുന്നത് they are teachers. Teachers are either people who would want to teach or they are here just for a job. And nobody teaches how to make money. They only teach how to get good marks. Yeah. The importance of getting good marks. Absolutely. And that And the നമ്മുടെ importance of getting a job. ക്രിയേറ്റിവിറ്റി, സ്കിൽ, നോ, അതിലല്ല നമ്മുടെ സൊസൈറ്റി ഓടുന്നത്. മാർക്സിലാണ്. ദ നമ്പർ ഓഫ് പോസ്റ്റ് ഗ്രാജുവേഷൻസോ ഗ്രാജുവേഷൻസ് ആ സർട്ടിഫിക്കറ്റ്സ് ആണ്. ദർ ബേസിക്കലി യൂസ്ലെസ്. ഇറ്റ്സ് കംപ്ലീറ്റ് ജങ്കാണത്. അല്ലെങ്കിൽ യു നീഡ് ടു ബി റിയലി സ്മാർട്ട്. ഒരു IIM IIT ഒക്കെ ആവുകയാണെങ്കിൽ, ഒരു MIT ആവുകയാണെങ്കിൽ ഇറ്റ് മേക്ക് സെൻസ്. പക്ഷെ അത് അവിടെ പോകുന്നതും ജസ്റ്റ് ബിക്കോസ് അത്രയും നിങ്ങൾക്ക് വിവരം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, അത് And the people you surround with there. അബ്സല്യൂട്ട്ലി. അവരും വിവരമുള്ളതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ 2-3 പേര് ഇരിക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇപ്പം ഞാൻ 10 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും, സുബിൻ 100 പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, ഇവൻ ലക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. എനിക്ക് 10 ലക്ഷം പറയാൻ ഇറ്റ്സ് ഇമ്പോസിബിൾ ഫോർ മീ. പക്ഷേ എല്ലാ ദിവസവും നമ്മളെല്ലാവരും 5-6 പേര് ഇരുന്നിട്ട് പറയുവാണെങ്കിൽ ഫോർ മീ 1 ലക്ഷം രൂപ ഇവൻ ഐ ക്യാൻ മേക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കും. ഓക്കെ, അത് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്, റൈറ്റ്? നമ്മൾ ബേസിക്ക് പഠിപ്പിക്കുക. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര പൈസക്കാരാണോ എന്നല്ല പറഞ്ഞത്. അത്യാവശ്യം നല്ല ചില്ലായിട്ടുള്ള ആൾക്കാർ വേണ്ട, നമ്മൾ നല്ല കറങ്ങുന്ന ആൾക്കാരുണ്ട്. എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വി ഷുഡ് ബി സക്സസ്ഫുൾ. എല്ലാവരും ദേ ക്യാൻ ബി സക്സസ്ഫുൾ ഇൻ ദെയർ ഓൺ വേ. ഒരാൾക്ക് പൈസ ആയിരിക്കും സക്സസ്, ഒരാൾക്ക് ഹാപ്പിനെസ് ആയിരിക്കും സക്സസ്, ഒരാൾക്ക് നല്ല കാറ് മേടിച്ച് ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും സക്സസ്, ഒരാൾ ജസ്റ്റ് ഹിച്ചാക്കിങ് ആയിരിക്കും. ചിലപ്പോൾ ഒരു പ്രശ്നം വന്നാൽ വിളിക്കുന്നത് ഏറ്റവും കാശുള്ള നെറ്റ്വർക്കിലുള്ള ഫ്രണ്ടിനെ ആയിരിക്കത്തില്ല. ഓക്കെ, ഈസ് റെഡി ടു എനിക്കൊരല്പം സമയം തരിക. സി എവ്രിബഡി ഡൈസ് ഫോർ ടൈം. ഓക്കെ, ഈ മോസ്റ്റ്ലി ആൾക്കാർക്ക് വേണ്ടെന്ന് വെച്ചാൽ ഒന്ന് ഇരുന്നൊന്ന് സംസാരിക്കുക, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക. പീപ്പിൾ വാണ്ട് ടു ബി ഹേർഡ്. ഓക്കെ, അതുപോലും ഇവിടെ സമയമില്ല ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പം ഇതൊക്കെ ബേസിക് നീഡ്സാണ് ആൾക്കാരുടെ. എന്ന് വെച്ചാൽ ആരുടെയും സ്നേഹം, ആരിലും ഒന്ന് കെട്ടിപ്പിടിക്കുക, ഓക്കെ, പ്രേമം, സെക്സ്, ഇതൊക്കെ ബേസിക് നീഡ്സാണ് എല്ലാവരുടെയും. ഓക്കെ, അത് എങ്ങനെ ആരോട് ചോദിക്കുന്നു അവിടാണ് നമ്മുടെ ഈ എന്താ പറയുന്നത് ബോധ്യം വരുന്നത്, അല്ലേ? ചോദിക്കാനും പഠിപ്പിക്കുന്നില്ല. അത് നമ്മളെ ചോദിക്കാൻ പഠിപ്പിക്കുന്നില്ല. നമ്മളോട് പറഞ്ഞേക്കുന്നത് അവളുടെ കാലും കയ്യും എന്നായിരിക്കും പറയുന്നത്, അല്ലാതെ അവൾ എന്ത് ചെയ്യുന്നു, അവളുടെ ജോലി, അവളുടെ കേപ്പബിലിറ്റി അല്ല പറയുന്നത്. ഓക്കെ, ആണ് വരുമ്പോൾ പറയുന്നത് ആണാണ്, അവൻ നിന്നെ എപ്പോൾ വേണമെങ്കിലും പറ്റിക്കാന്നാണ് പറയുന്നത്. അപ്പോൾ ആണിനെ കംപ്ലീറ്റ്ലി അങ്ങ് സെക്സിന് വേണ്ടി മാത്രം നടക്കുന്നതായിട്ടാക്കിയിട്ടുണ്ട് നമ്മുടെ സമൂഹം. പെണ്ണെന്ന് പറഞ്ഞാൽ പെൺമക്കളുള്ള അമ്മമാർ ഭയങ്കര കൺസേൺഡാ. അവർ ഇപ്പം കൊച്ചിയിലൊന്നുമില്ല, ബട്ട് വെൻ യു ഗോ ടു ദ ഗ്രാമവാസീസ് ഏരിയാസ്, അവിടെ നമ്മൾ ഭയങ്കര they view it sexually more often, completely they view it sexually. അത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നമ്മൾ പിള്ളേർ മൊബൈലിൽ എടുക്കലെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? ചെറുപ്പത്തിൽ നമ്മൾ സാധനം കാണുന്നത് മൊബൈലിൻ്റെ ഒരൊറ്റ യൂസേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ യൂസേ ഉള്ളൂ. വേറെ എന്താണ് ചെയ്തിട്ടുള്ളത്? വേറെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ ആരായനെയും മൊബൈലും നോളജും ഇന്റർനെറ്റും ഒക്കെ വെച്ചിട്ട്. ഓക്കെ, അത് ചെയ്തില്ലല്ലോ. ഓക്കെ, അത് ചെയ്യുന്നില്ലല്ലോ. ഇപ്പം നമ്മുടെ മനസ്സ് വെച്ചിട്ടാണ്
ഞാൻ അവനായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അവളുടെ അടുത്തിരിക്കുമ്പോൾ? ഞാൻ അവളുടെ കാലെ തൊട്ടേനെയും അല്ലെ എൻ്റെ കണ്ണ് അവിടെ ആയിരുന്നു എന്നെയും. ഇതൊക്കെയാണ് ഇവരുടെ മനസ്സിൻ്റെ അകത്ത്. അല്ലാതെ അവളോട് ഒരു ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള ഒരാളുമായിട്ട് സെക്ഷൽ ഫീൽ ആകുന്നത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല, അത് നേച്ചറാണ്. ഇല്ലെങ്കിലാണ് പ്രശ്നം. ഓക്കെ, പക്ഷേ ഇതെന്ന് വെച്ചാൽ കാണുന്ന ഉടനെ തന്നെ കയറി പിടിക്കണം, പിന്നെ ചെയ്യുന്നതെല്ലാം മൃഗീയമായിട്ടുള്ള കാര്യമാണ് ഇവരുടെ മനസ്സിൻ്റെ അകത്തുള്ളത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഇവിടെ ഒത്തിരി പിള്ളേർ പഠിക്കുന്ന ഡോക്ടർ പിള്ളേരാണ്. അപ്പം 4-5 ആണുങ്ങൾ താമസിക്കുന്ന ഒരു വീടാണ്. അവിടെ ഒരു പെൺകുട്ടി വന്നു. ഞങ്ങളുടെ സൊസൈറ്റി മൊത്തം പ്രശ്നം ഉണ്ടാക്കി വരും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പെണ്ണ് 4 ആണുങ്ങളുടെ വീട്ടിൽ പോയേക്കുന്നു. സുബിനൊന്ന് ആലോചിച്ച് ഇവരുടെ മനസ്സ് എന്ത് വൈകൃതമെന്ന് ആലോചിച്ചേക്കെ. ഇപ്പം നമ്മൾ 4-5 പേരുണ്ട്, ഇവിടെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ സ്ത്രീയെ കാണുന്നത്? ഒരു സെക്സ് ഒബ്ജക്റ്റായിട്ടാണ് കാണുന്നത്. അപ്പം ഇവരുടെ മനസ്സിൻ്റെ അകത്തുള്ള ആ ഒരു തോട്ട്സ്, ഈ ഡേർട്ടി മൈൻഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് സിക്കാണ് ഇവരുടെ. അപ്പോൾ ഇവർ വിചാരിക്കുന്ന ബാക്കിയുള്ള എല്ലാവരും ഈ പെണ്ണുങ്ങളുടെ അടുത്ത് പോകുമ്പോൾ ഇത് തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. പെണ്ണ് 2 അടുത്ത് പോവുകയാണെങ്കിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. നമ്മൾ സൊസൈറ്റിയുടെ സമൂഹത്താണ് ജീവിക്കുന്നത് ഓർത്താണ്. നമ്മൾ എല്ലാ ദിവസവും പെണ്ണുങ്ങളെ കാണുന്നതാണ്. ഓക്കെ, എല്ലാ ദിവസവും പെണ്ണുങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചത്, പെണ്ണുങ്ങളാണ് നമ്മളെ വളർത്തിയത്, പെണ്ണുങ്ങളാണ് നമ്മളെ ഇത് ചെയ്തത്. എന്നിട്ടെന്താ പെണ്ണുങ്ങൾക്ക് ബുദ്ധിയില്ല, പെണ്ണുങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ ഞാനും ഇതിൻ്റെ അകത്തൊക്കെ വീണിട്ടുണ്ട്. ഈ ആക്സിഡൻസ് നോക്കുവാണെങ്കിൽ വിമൺ ആർ സേഫർ ഡ്രൈവേഴ്സ് ആൻഡ് മെൻ. പക്ഷെ നമ്മളെപ്പോഴും പെണ്ണുങ്ങളെ കുറ്റം പറയും. ഉണ്ടാവും പെണ്ണ ഓടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പറയും. ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് നമ്മുടെ ജിയോയുടെ അടുത്ത ബ്ലോക്കില്ലേ, അപ്പൊ അതിന് നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴത്തേക്കും ഇവൻ ഇത് പറഞ്ഞേ ഉള്ളൂ. എന്താ സോ ഹൗ വാസ് റോൾസ് ചൈൽഡ്ഹുഡ് ലൈക്ക്? അതേപോലെ ഇപ്പൊ റോളിന്റെ ആണെങ്കിലും മെയിൻ തിങ്, ഹൗ ഡിഡ് ഹി ഗെറ്റ് ഹിസ് തോട്ട് പ്രോസസ്? ആൻഡ് ഇപ്പം റോളിൻ്റെ ഒരു അപ്ബ്രിങ്ങിങ് എങ്ങനെയായിരുന്നു? വാട്ട് വെർ ദ തിങ്സ് യു ആർ പർട്ടിക്കുലർ അബൌട്ട്? ഓക്കെ, ഞാൻ എൻ്റെ മോനെ വളർത്തുമ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്തായാലും ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ റോളിൻ്റെ അപ്പടെ നോട്ട്ബുക്ക് ഒന്ന് എടുക്കുന്നത് എൻ്റെ കാര്യം. മറ്റേ ആളുടെ ഒരു ജേർണി, ഒരു 16 ഇയർ ജേർണിയിൽ ഇപ്പം ഹീസ് എമംഗ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, മേ ബി മോസ്റ്റ് ഫേമസ് പീപ്പിൾ, ബീങ് എ കിഡ്. He has got that name tag. So what were the challenges you faced? I think a lot of questions are there, but I think you have a common answer to all these questions. You can relate to it. See, first of all, before being a parent, I would have loved to be a parent. Okay, I look forward for Raul. Actually, and what year you got married? I got married in 2006. 2009, we had Raul. Okay. So how old are you? I was 29 at that point of time, and I have the basic training on how to bring up a kid. I took care of my brother from 25th day, so I knew the basics, feeding and all those things, picking them up and all those things. Second thing is, bringing up a kid is not that tough, as people say. That's because it's me. What were the challenges you faced? That's because I made you. Okay. There are bapu mein. Exactly. Also because I have your genes, right? Yeah. And I think I love being a father, and I like parenting. And I'm also a very lazy guy. Okay. But then being a parent, end of the day, you end up doing a lot of things. I hate cooking, but now I enjoy cooking. I like taking care of a house right now. And with all the results that you get, it's very rewarding. With what Raul is, it's very rewarding. But like your question, like... In between, I want to add something. So what do you do? We talk a lot. Appam audience aanunga, okay, what does he do? Talking about cooking, doing all the sacrifices, being there for your kid and everything. So what was your professional life like, and what are the sacrifices, if any, if you had to make any? First of all, I don't believe in sacrifices. I try to enjoy whatever I do, the maximum.
I was a tech consultant. Okay, I worked with IBM, Amazon, Adobe, Wipro, yeah, and then here I was working with a fintech. I was working as a CEO there recently, and once this guy came into the limelight, I thought it's high time it was his 10th standard last year. So I had to make sure that he learned his physics, chemistry, maths. Okay, so I sat with him. Last year, I think I left everything. I was full time being a dad with him. Okay, managing his studies, his food. I mean, yeah, his work, all those things. That's what I was trying to do last year. But it was a good journey. When he was a kid, When I was a kid, am I not a kid now? so basically, You look like a kid, but you're a teenager now. you are a teenager. Okay. ലാസ്റ്റ് ദിവസം ഒരാളുടെ അടുത്ത് പറയാൻ നേരം പറഞ്ഞ എടാ ഇഫ് സമയത്ത് kid So he goes, yesterday we were doing a video, okay? And he took his 2-year-old video and then he said, don't I look like a kid here? I'm just wondering, you are a kid, dude. Did he just say that now? Didn't he just say that when he was a kid? അതുകൊണ്ട് ഞാനൊരു ഉണർവ് ചെയ്ത് അത്രേ ഉള്ളൂ. ഹലോ Okay. ഹലോ But at the same point of time, So how is your relationship like അത് ഓഡിയൻസിന് ഇപ്പം തന്നെ അത് മനസ്സിലായി കാണാം എങ്ങനെയായിരിക്കും നിങ്ങളുടെ വീട്ടിലെന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഇത് രണ്ടു പേർക്കുള്ള ക്വസ്റ്റൻ ആണ്. ഹൗ ഇസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഫാദർ ആൻഡ് ഹൗ ഇസ് യുവർ റിലേഷൻ വിത്ത് യുവർ സൺ? Solid questions, right? so I become a father, the so-called Indian father with him for 3 things. സ്ലീപ്പ് സ്റ്റഡീസ് And food. Not studies. I don't get into studies. So sleep, food and Say food and exercise. Running, going outside. Some kind of discipline. ആൻഡ് റെസ്റ്റ് ഓൾ ദ സ്റ്റഫ് ഐ ആം ദ ഫാദർ. Yeah, the rest also he's the father. So yeah, so that's what. And when he was young, we tell our kids, right? Ask questions. Ask questions. This guy used to keep asking questions. Papa, why is it like this? Why is it like this? Why is it like this? He had mobile in his hand. I said, Rahul, mobile is in your hand. I taught him how to search. He said right he was lazy. Okay. So I taught him how so to. that was the biggest challenge answering his questions. Yeah, it was. And the easiest way is I had an answer. I had mobile with me. ബട്ട് ദാറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ടു സീ. ഞാൻ മറ്റേ പോഡ്കാസ്റ്റിലും പറഞ്ഞില്ലേ, നമ്മുടെ മെയിൻ പോഡ്കാസ്റ്റ് അത് പോയി കാണണം, മാർക്കറ്റിംഗ്. എനിവേ, സോ അതിനകത്തും ലൈക്ക് It's very good at marketing. ഞാൻ കഴിഞ്ഞ പിന്നെ ആലോചിച്ചു ഉത്തരം കിട്ടിയതൊക്കെ. സോ ലൈക്ക് He's the marketing goat. അതും വേണമല്ലോ. That's the reason I'm Marketing is here. everything. Everything is Marketing is everything. like the main thing is that because പപ്പ നിനക്ക് ഈ ഗൂഗിളില്ലേ അത് ഓർന്ന് നോക്ക്, അല്ലെങ്കിൽ യൂട്യൂബ് ഓർന്ന് നോക്ക്. ദ മെയിൻ തിങ് ഇസ് ദാറ്റ് ഈസ് ബിക്കോസ് ഐ ലേൺഡ് ഈ ഗൂഗിളിനകത്ത് യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. യൂട്യൂബിനകത്ത് ഹൗ ഡു എടുത്ത് ഞാൻ ആ പോസ്റ്റ് ബട്ടൺ ഇല്ലേ, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നൊരു പോസ്റ്റ് ബട്ടൺ, ഐ വാസ് ലൈക്ക് ദാറ്റ് ഈസ് ദ ബട്ടൺ വെയർ പീപ്പിൾ നോർമലി ടേൺ ഓഫ് ഇൻ യൂട്യൂബ് വീഡിയോസ് ആണ്. കട്ടില്ലേ, ഈ കട്ടും സ്ലിട്ടൊന്നും അറിയത്തില്ല. ഞാൻ അവിടെ പോസ്റ്റ് ബട്ടൺ ഒന്ന് പോസ് ചെയ്യും. ഐ യൂസ് ടു മേക്ക് മൈ ഫ്രണ്ട്സ് ആൻഡ് ഓൾ ഡു ഇറ്റ്. ഇറ്റ്സ് ലൈക്ക് ആൻഡ് ആഫ്റ്റർ ദാറ്റ് യൂട്യൂബിൽ അടിച്ച് മൈ ഫാദർ വർക്ക് ഇൻ അഡോബി റൈറ്റ്, എൻ്റെ ആണ് ഫ്രീ ആയിട്ട് അത് കുറച്ചാൾ കിട്ടി. സോ ദെൻ വി ലേൺ പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്ട്സ്. ദാറ്റ്സ് ഹൗ ഐ വാസ് ഏബിൾ ടു കൈൻഡ് ഓഫ് ലേൺ ബിക്കോസ് പപ്പ സെഡ് നീ തന്നെ പോയി പഠിക്കണം. മനസ്സിലായോ? ബിക്കോസ് ഓഫ് ലേസിനെസ്. See, ഞാൻ എന്തൊരു കാര്യം പഠിച്ചത് ഞാൻ തന്നെയാണ് പഠിച്ചത്. ഇറ്റ് വാസ് നോട്ട് ഡിഫിക്കൽട്ട് ഫോർ മീ. എൻ്റെ മോനും തന്നെ പഠിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. പറഞ്ഞില്ലേ ഡിഫിക്കൽട്ട് പാരന്റിങ് ആണ്. Okay. And I don't let him do easy. Even 2 days back, അവൻ്റെ കീബോർഡ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. I didn't help him. I told him find out. Yeah, I'm the one who fixed it finally. But പറ്റില്ല, ആ ഹാർഡ്വെയർ റീസെറ്റ് ചെയ്ത് ഫുൾ പി സി റീസെറ്റ് ചെയ്ത്. ഇപ്പോൾ പി സിയിൽ കാണുന്ന ജി പിയിൽ കുത്തി എല്ലാ സ്ഥലത്തും അതിൻ്റെ പിൻ കുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. മീൻസ് USB ഇത് എൻ്റെ മീൻസ് വയർലെസ്സാണ്. സോ ജസ്റ്റ് എൻ്റെ എന്നും പിന്നെ കീബോർഡ് മൗസും ഓരോ സ്ഥലത്ത് കുത്തി ഫുൾ സാധനം ഇടയ്ക്ക് വർക്കാകുന്ന ഇത്. പിന്നെ റീസെറ്റ് ചെയ്തപ്പോൾ പിന്നെയും വർക്കാകുന്നില്ല. ഞാൻ എഴുതിങ്ങനെ ഓരോ സ്ഥലത്ത് കുത്തി വരിക. അപ്പാ
ഫൈനലി കേം. Then he was like, എടാ ടോർച്ച് എടുക്കണം. You know that's like മറ്റേ ഹാക്കർ ടോർച്ച് എടുക്കും. ടോർച്ചൊക്കെ എടുത്ത് എടാ ലാമ്പ് എടുത്തോണ്ടാ. ലാമ്പ് എടുത്ത് ടോർച്ച് ഇപ്പുറത്ത് പിടിച്ചെടുക്കുന്ന ഊരി ഫൈനലി അകത്തോട്ട് കയറി ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്തു. ഞാൻ ഞാൻ ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്തു. ലൈക്ക് ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്താ ക്ലൗഡിന്ന്. പിന്നെ അപ്പം പോയി ലോക്കലിൽ അത് ഡ്രൈവർ അപ്ലോഡ് ചെയ്തപ്പോൾ വർക്കായി വർക്കായി പോലെ. സ്ലോ ഇസ് ഫാസ്റ്റ്, ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ്. ഡയലോഗ് അടിച്ചിങ്ങനെ മാസ് ഔട്ട്റോ ഇങ്ങനെ ചെയ്തില്ലേ? അത് ഡയലോഗൊന്നും അല്ല. ഏതൊരു കാര്യം ഒന്ന് അല്പം ശ്രദ്ധ വെച്ച് ചെയ്യുവാണെങ്കിൽ അല്പം പേ ചെയ്താൽ മതി, ആ പണി ഇത്രയും പെട്ടെന്ന് തീരും. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പയ്യെ ചെയ്യാത്തതല്ല, കഴിഞ്ഞ ദിവസം 2 മണി വരെ ഒന്ന് ചെയ്യാൻ നോക്കിയതാ. ഇന്നലെ ഞാൻ വൈകിട്ട് 1 മണിക്കൂറൊന്നും ചെയ്യാൻ നോക്കുക. പപ്പ 1 മണിക്കൂറിൽ ഇത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. സോ ഐ മീൻ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. പിള്ളേരെ ലെറ്റ് ദം സെർച്ച് ഫോർ ദർ ആൻസേഴ്സ്. ഇപ്പം രാഹുൽ ഐ തിങ്ക് ഡാൻസ് ചെയ്തു, സ്റ്റേറ്റ് ലെവലിൽ കിട്ടി. ഓടി പി ടി ഉഷയുടെ ഒക്കെ കൂടെ നിന്നിട്ടുണ്ട്, എല്ലാം കൂടെ നിന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമൊക്കെ ഉള്ളത്. ഓക്കെ, യു ഷുഡ് നോ ദാറ്റ്. ഇപ്പം നേരത്തെ സുഖം പറഞ്ഞ പോലെ നമ്മുടെ അടുത്തുള്ള 5 പേരുടെ ആവറേജ് വെച്ചിട്ട് പോകും ഇത് വരുന്നത്. നമ്മൾ കൂടുതൽ ഐ നോ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്, ഐ ഹാവ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ് അറൗണ്ട്. സോ അവരുടെയൊക്കെ കൂടെ പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും. ആൻഡ് ഐ യൂസ് ടു ട്രാവൽ, ഞാൻ കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. ദെൻ ഐ വാച്ച് ലോട്ട് ഓഫ് മൂവീസ്, സീരീസ്. അതിൻ്റെ അകത്തെല്ലാം ഓരോ കൾച്ചറും ഇതൊക്കെയാണ് അറിയുന്നത്. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു കാര്യങ്ങൾ മനസ്സിലാവും. Basically, human beings are all the same everywhere. Similar emotions, similar cultures. The way you look at your partner is very same all around. അതിപ്പം LGBTQ ഉണ്ടോ LGBTQ ഇല്ലയോ, it's all the same. എല്ലാവരും the way they express, it's very much the same. The kind of possessiveness you have, the kind of love you have around the world, it's the same. Basic ആണ്. നമ്മൾ അതിൻ്റെ അകത്ത് വെസ്റ്റേൺ കൾച്ചർ, ഈസ്റ്റേൺ കൾച്ചർ അതൊന്നും ഇട്ടേണ്ട കാര്യമൊന്നുമില്ല. ഏത് കൾച്ചർ നിങ്ങൾക്ക് നല്ല ഇതായിട്ട് തോന്നുന്നു, ടേക്ക് ഇറ്റ്, അഡോപ്റ്റ് ഇറ്റ് ആൻഡ് യൂസ് ഇറ്റ്. ആൻഡ് നോബഡി ഈസ് ഗോയിങ് ടു ഇൻ്റർഫിയർ ഇൻ വാട്ട്സ് ഹാപ്പനിങ് ഇൻ യുവർ ഹൗസ്. എൻഡ് ഓഫ് ദ ഡേ ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്, റൈറ്റ്? ആൻഡ് നത്തിങ് ഈസ് റോക്കറ്റ് സയൻസ്. We have a mix of everything, right? We have ഇന്ത്യൻ, കുറച്ച് വെസ്റ്റേൺ സ്പ്രിങ്കിൾഡ് ഓവർ ഇറ്റ്. Yeah, we have everything. We have everything. I think we have adopted kind of everything. Even പണ്ട് ചൈനീസ് കാർട്ടൂൺസ് ആണ് കാണുന്നത്. ചൈനീസ് ആണ് ജാപ്പനീസ്? ഇറ്റ്സ് ആൻ ആനിമേ. Okay, I'm sorry. Oh my god. Shinchan, Doraemon. It's an anime, okay? It's not a cartoon. അല്ല, ഡോറിമോണ്ടൊക്കെ ഞാൻ വലിയ ഫാനായിരുന്നു. അതിൻ്റെ ഫിൽറ്ററോ അല്ല ബാഗോ അല്ല ലഞ്ച് ബോക്സോ അതിൽ ഫ്രിസ്ബി ബീച്ചൊക്കെ പോകുമ്പോൾ എറിഞ്ഞ് കളിക്കുന്ന അതും അതിൽ പെൻസിൽ ബോക്സോ അല്ല പെൻസിൽ, പേന, റബ്ബർ, പിന്നെ വാട്ടർ ബോട്ടിൽ, ബാക്ക് പാക്ക്, ബെഡ്ഷീറ്റ്, വീട്ടിലിരിക്കുന്ന വെള്ളത്തിൻ്റെ ഫിൽറ്ററില്ല എൻ്റെ റൂമിലിരിക്കുന്ന അത്, പിന്നെ ഇനിയുണ്ട് ലൈക്ക് എല്ലാം. ഇൻ മൈ റൂംസ് വാസ് ഡോറിമോൺ. അപ്പോൾ ആൾക്കാർ വയ്ക്കുമല്ലോ, അപ്പൊ ആൾക്കാർ വയ്ക്കുമല്ലോ, എടാ നിനക്ക് ഡോറേമോൻ ആര്? No, ഡോറേമോൻ ഒരു ഡോളാണ്. മറ്റേ ഇതില്ലേ നീല നിറത്തിലുള്ള ഒരു പുള്ളിയുണ്ട് ഡോറിമോൻ, നൊബിത, മറ്റേ ഡ്രാഗൺ ബോൾസി, ഗോക്കു, ആരുവേ അല്ലാന്ന് അല്ല. ഞാനത് കാണുമായിരുന്നു. ഡ്രാഗൺ ബോൾസി, ഗോക്കുവിനെ അറിയോ? ഡ്രാഗൺ ബോൾസ് ഒക്കെ എനിക്കറിയാം, എനിക്കറിയാം. ഈ ആൾക്കാർ അവരുടെ ട്രെയിനിങ് ഞാൻ വീട്ടിൽ ഈ ആൾക്കാരെ പോയിക്കല്ലോ, എടാ നിനക്ക് ഡോറ ബുജി എന്താണെന്നറിയോ, നിനക്ക് ഇതെന്താണെന്നറിയോ? അപ്പൊ ഞാൻ പറയും ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നത് അപ്പൊ ഞാൻ എന്താ പറയാ, ആ കാലം എൻ്റെ കഴിഞ്ഞു, ചേട്ടൻ്റെ കഴിഞ്ഞു എന്നൊന്ന് നോക്കാവുന്ന. ബിക്കോസ് എൻ്റെ അത് കഴിഞ്ഞു, ഞാൻ ഫിൽറ്റർ പോലെ എല്ലാം ചെയ്തോട്ടെ, ചേട്ടൻ്റെ കഴിഞ്ഞില്ലാന്ന് തോന്നുന്നു. ലിറ്ററലി അതെല്ലാരും പറയുന്നത്. പിന്നെ കോമൺ സെൻസ് പറയുന്ന സാധനം ആരും അധികം ഉപയോഗിക്കത്തില്ലല്ലോ. ഇറ്റ്സ് നോട്ട് വെരി കോമൺ, ദാറ്റ്സ് എ ഫാക്ട്. പിന്നെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അവർക്ക് അവരുടെ ബുദ്ധി അധികം ഉപയോഗിക്കണ്ട. ദേ വാണ്ട് ടു ഫൈൻഡ് ദ ഈസിയസ്റ്റ് വേ ഔട്ട്. Tell me one thing you like about your father and okay, എല്ലാ അച്ഛന്മാർക്കും ഈ ഒരു ഗുണം വേണം എന്ന് തോന്നിയിട്ടുള്ളത്. He is matured enough to answer this question. And one question for you. How did you എനിക്കിന്ന് get this വീട്ടിൽ thought കയറാൻ process? പറ്റുമോ എന്ന് പറയാൻ പറ്റുന്ന ചോദ്യമാ. ആൻസർ ജോക്കിങ്. What you don't like അല്ല, what you like ഞാൻ ചോദിച്ചോളൂ. See, there are a lot of stuff, but I
think the main thing is his openness to stuff. ലൈക്ക് രാത്രി 1 മണിക്ക് വീട്ടിൽ നിന്ന് അപ്പം എൻ്റെ ഫ്രണ്ട് കാണാൻ പോവാന്ന് പറഞ്ഞാലും ഓക്കെ ഊബർ ഒന്ന് ലൈവ് ലൊക്കേഷൻ അയച്ചിടാൻ പറ്റും, ഓക്കെ പോയിക്കോ. ഹീസ് എ ലിറ്റിൽ ഓപ്പൺ ദാറ്റ് വേ. അത് ഇത് ചെയ്യാനില്ലേ, ഓക്കെ ഇത് ലൈക്ക് ദാറ്റ് വേ. That's what I like. He's open compared to other parents that I've seen. He's open. He's open to like freedom wise. It's like idiyaniki okay, like that. So how did he get his thought processes? He. Because I don't feel like I'm talking to a 16-year-old here. So 2 What years if you're back. not? I mean, No, that's a gradual process. Okay, like explaining how to create a Rahul. 2 years back, if people said, "Wow, you have an amazing son," I would say it's just like any other kid. But now, if somebody says you have got a smart kid, I know it's his hard work in the past 2 years. He did study a lot. So initially, when you start something, you need to have the basics, get the basics right. And any kid, you can't teach every kid AI because they don't care about AI. They care about sports, they care about drawing, they care about maybe a lot of other things, sales, market, lot of other things. So whatever they want to do, if they get the best, latest information. For example, That's what we are giving in Y degree and the course that we are making, right? Yeah. Like the best and latest information about business. I'm going where I did. He's doing better than me in marketing. Like, I'm just saying. അവർക്കെല്ലാം കിട്ടുന്നുണ്ട് ഇവിടെ. എൻ്റെ സോഷ്യൽ മീഡിയ സൈഡിലൊക്കെ വന്നപ്പോഴത്തേക്കും പീപ്പിൾ ആർ ലൈക്ക് ഓക്കെ ഈസ് മാർക്കറ്റിംഗ് ഗോഡ്. അത് നമ്മളെ മോക്കിയതാണല്ലോ. ഐ ടേക്ക് ഇറ്റ് ആസ് എ കോംപ്ലിമെന്റ്, ഡൂയിങ് എ റിയലി ഗുഡ് ജോബ്, ബട്ട് ഹീ ഈസ് ഡൂയിങ് ബെറ്റർ ദാൻ മീ. no, end of the day, marketing is everything. Everything, yes, Where do you see value? You don't see value of a lot of things that you pay for. Yes. Okay, like I bought a car. I thought it's an amazing car. Like this company cannot make cars with lot of flaws. Once I start using my car, it's an amazing car, but I found lot of flaws that they did. So nothing's as good as their marketing. Every company, they promise you a heaven and they give you normal stuff. It's all about marketing, okay, who you are. But when it came to Rahul, what I told him is, see, if you don't know something, just say, I don't know. I'll learn and get back to you. That's what I did before. Like നമ്മുടെ ട്രേഡ് Trading, yes, yes, അറിയത്തില്ല, 100%. ഇതാണ്. That's it. Just don't give wrong information and treat people like Like how treat you want to people. be treated. Yeah, the things he told about, about the concerns about the earth, about the importance of being humble. Like, ആൾക്കാർ അത് വളരെ ലേറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യം, the importance of being humble എന്ന് പറയുന്ന ഒരു കാര്യം. It's actually everywhere that you need to be humble, but nobody becomes. Nobody does Because it. it's everywhere. No one cares. എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ ആരും കയറിയത്തില്ലല്ലോ. പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു സാധനം മോസ്റ്റ്ലി ആൾക്കാരുടെ കയ്യിലില്ല. അവർക്കെല്ലാം പെട്ടെന്ന് വേണം. ഈ പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ഓടുമ്പോഴാണ് മൂക്കും കുത്തി താഴെ വീഴുന്നത്. And they are not able to get up. So see, ബിസിനസ്സിലാണെങ്കിലോ ലൈഫിലാണെങ്കിലോ things are not that easy, difficult. Okay, it's how you see things. Okay, like I think I have had 2 divorces, and I'm still in touch with both of them in a pretty good way. Just that we could not live like a husband and wife, so we had to have a mutual divorce as such. At the same point of time, asking another person to have a divorce, they'll be like, "Oh my God, I can't even think of a divorce." Right? It's Yeah, clearly. Like, people are But scared. see, at the end of the day, I got a better life because they got a divorce. Exactly. I didn't have to live with it. There's this thing happening. ഇപ്പം ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, റെഡി അല്ലാത്ത ആൾക്കാരെ പിടിച്ച് കല്യാണം കഴിപ്പിക്കും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ദേ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ എ മാരേജ് ലൈഫ് ഓർ എ റിലേഷൻഷിപ്പ് വിത്ത് എ വുമൺ. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കായിരിക്കും ഇവർക്ക് കുട്ടികളൊക്കെ കഴിയും. അപ്പോൾ പിന്നെ ഇവർ സ്ട്രഗിൾ ചെയ്യുന്നത്. I'll stop you there. ഓക്കെ, നമുക്ക് കുട്ടികളാകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. കുട്ടികളാണെങ്കിൽ സെക്സ് ചെയ്യണം. എങ്ങനെയാണ് സെക്സ് ചെയ്യണമെന്ന് ഇവിടുത്തെ മോസ്റ്റ് ആണുങ്ങൾക്ക് അറിയില്ല. ആൻഡ് അതുകൊണ്ട് തന്നെയാണ്
ഇവിടുത്തെ പെണ്ണുങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പം അവർക്ക് ആണുങ്ങൾക്കാണെങ്കിൽ ദേ വിൽ കം ജസ്റ്റ് ഫിനിഷ് ഇറ്റ് ഓഫ് ആൻഡ് ഗോ ഹോം. പെണ്ണുങ്ങൾക്ക് എന്ത് വേണം, അവരെ എങ്ങനെയാണോ തൊടേണ്ടത്, എങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത്, അതൊന്നും ഇവിടുത്തെ സോ കോൾഡ് ഹീറോസിന് അറിയില്ല. എന്ന് വെച്ചാൽ അഗെയിൻ ഐ എം ദി ബെസ്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്, ഇവിടെ പൊതുവെ ഇല്ല. ഓക്കെ, അതും വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീ എന്താ ചെയ്യുന്നത്, കൂടെ കുറച്ച് സംസാരിക്കുക, പിടിക്കുക, അവരുടെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. വലിയ ഹ്യൂജ് കമ്മ്യൂണിക്കേഷൻ ഒന്നും വേണ്ട ഇവിടെ. ഓക്കെ, ലൈക്ക് പീപ്പിൾസേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കണം, അതൊന്നും അല്ല ഒരു ഇതിൻ്റെ അകത്ത് വേണ്ടത്. സോ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ ബിഫോർ ദേ നോ ഇറ്റ്, ദേ ഡു നോട്ട് നോ അബൌട്ട് കോൺട്രസെപ്റ്റീവ്സ്. Okay, they don't use condoms, and before they know it, they have a kid. ഇനി കൊച്ചുണ്ടായി കഴിഞ്ഞ് എങ്ങനെയാണ് കൊച്ചിനെ നോക്കുന്നത്, അതിനെക്കുറിച്ച് ആരും പഠിപ്പിച്ചിട്ടില്ല ആരെയും. പെണ്ണിൻ്റെ അവസ്ഥ എന്തായിരിക്കും, ഹോർമോൺ ഇഷ്യൂസ് എന്തായിരിക്കും, അതറിയത്തില്ല. ആണെന്താണ് വേണ്ടത്, അത് പെണ്ണിനും അറിയത്തില്ല. സോ ഇറ്റ്സ് എ ഹ്യൂജ് പ്രശ്നങ്ങളാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രശ്നങ്ങളാണ്. അത് കഴിയുമ്പോൾ സമൂഹം വന്ന് നിങ്ങൾക്കൊരു ഒരു കൊച്ചാന്ന് പറഞ്ഞ കൊച്ചായി. അത് കഴിയുമ്പം ഓരോ കൊച്ചിങ്ങൻ്റെ വളർന്നു വരുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് അടുത്ത കൊച്ചുകൂടാകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പ്രായമാകും എന്ന് പറയും. നാട്ടുകാരെന്ത് പറയും? അല്ലെങ്കിൽ ഒരു കൊച്ചായില്ലെങ്കിൽ ഇവർ ഹസ്ബൻഡും വൈഫും കൊച്ചാകണ്ടെന്ന് പറയും. അപ്പോൾ പറയും നിങ്ങൾ നാട്ടുകാരെന്ത് വിചാരിക്കും? നിങ്ങളുടെ നാട്ടുകാരാണ് നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നത്. നാട്ടുകാർക്ക് വരാം, അവർക്ക് പറയുന്ന കാര്യങ്ങൾ പറയും. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാവരും പറയുന്ന കാര്യമാണ് നാട്ടുകാരെ, പക്ഷെ എന്നാലും ഇതാരും ചെയ്യത്തില്ല. ഓക്കെ, നാട്ടുകാരെന്ത് പറയുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ മിക്ക ആൾക്കാരും ജീവിക്കുന്നത്. അവിടെ നിന്നൊക്കെ 1-2 സ്റ്റെപ്പ് മാറി നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസും കിട്ടും, നിങ്ങൾക്ക് എന്തും ചെയ്യാനും പറ്റും. നാട്ടുകാർ will change their thoughts. I feel according to me people have, right? Like AI, ഇപ്പോൾ കുറച്ചാൾ മുമ്പ് വരെ ഒരു കുട്ടി ഫോൺ ഉപയോഗിക്കുന്നു എന്നൊരു അതുണ്ടായിരുന്നു. ബട്ട് ഈവൻ ടുഡേ വെൻ ഐ വെൻ ടു സ്കൂൾ, BHSC HSS അല്ലാതെ അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും എന്നെ വിളിച്ചു. എന്നിട്ട് ഫോണ് ലൈക്ക് അതേപോലെ ആസ്തി ഞങ്ങളുടെ കുട്ടിക്ക് ഫോൺ കൊടുക്കാൻ പറ്റും. ദെൻ ഫസ്റ്റ് പിക്ചേഴ്സ് ലൈക്ക് താങ്ക് യു, എന്നോട് ഫോട്ടോ ഒക്കെ എടുത്താൽ ലൈക്ക് ഹാപ്പി. ലൈക്ക് എൻ്റെ കുട്ടിക്ക് ഫോൺ അങ്ങനെ കൊടുക്കാൻ നല്ലതാണോ, ലൈക്ക് വി വർ തിങ്കിങ്, ബട്ട് നീ പറയാ ലൈക്ക് ഐ വുഡ് ലൈക്ക് ലെറ്റ് ഹിം ഡു വാട്ട് ഹീ വാണ്ട്സ്. Don't give like that's a good thing. Given Teachers like, doing that is a good thing. Yeah, It's a great thing actually. anything too much is bad, but they have to learn it on their own. That ഏതൊരു anything too much is സാധനം bad. നമ്മൾ പിള്ളേരിൽ നിന്നല്ല ആരിൽ നിന്ന് മാറ്റി വെക്കുവാണെങ്കിൽ കൂടുതൽ എൻ്റെ വരും അവർക്കത് വേണമെന്നുള്ളത് വേണം. ഞാൻ എന്ത് ചെയ്തു, ചെറുപ്പത്തിൽ ഇവന് മൊബൈലും കൊടുത്തു. 3 വയസ്സിൽ ഓക്കെ, ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ മോണിറ്റർ ചെയ്യും. ഐ യൂസ് ടു മോണിറ്റർ. You monitor me? ഞാൻ അറിഞ്ഞില്ലല്ലോ ഇത്ര ആളെ. അതാണ് പ്രശ്നം. പക്ഷെ അപ്പം മോണിറ്റർ ചെയ്യുമായിരുന്നു. ആൻഡ് ഐ വാസ് ഓക്കെ വിത്ത് വാട്ട് ഹീ ഈസ് ഡൂയിങ്. ഓക്കെ, ഞാൻ ഇവൻ്റെ ചിലപ്പോൾ വീഡിയോസ് ഇതൊക്കെ അയക്കും. ഓക്കെ, എന്തെങ്കിലും സയൻസോ ടെക്കോ സൊസൈറ്റി എന്തെങ്കിലും വരുമ്പോൾ അയക്കും. ഇവൻ എന്തെങ്കിലും കാണും, ഇവനൊന്നും കാണും. ഒരു ദിവസം ഇവൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പം ഞാൻ കാണുന്നതിനേക്കാളും ബെറ്റർ കണ്ടന്റാണ് അവൻ കണ്ടുകൊണ്ടിരുന്നത്. ദാറ്റ് ഓൾസോ ഇൻ്റർനാഷണൽ കണ്ടന്റ്, റൈറ്റ്? എനിക്കത് മതി. ഐ വാസ് ഡൺ വിത്ത് ദാറ്റ്. സോ ഹി ഹാഡ് ബെറ്റർ എക്സ്പോഷർ ദാൻ മീ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പേരൻസ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഓക്കെ, പിള്ളേരെ നിങ്ങൾ പഠിപ്പിക്കരുത്, ദയവ് ഇത് പഠിപ്പിക്കരുത്. അവരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം. ഞാനിത് ഇങ്ങനെ ചെയ്തപ്പം ഒന്ന് സക്സസ് ആയി ഫെയിലായി നിങ്ങൾ പറയാം. പിന്നെ അവരെന്ത് ചെയ്യുന്നു അത് അവരുടെ രീതി നിങ്ങൾ ഗൈഡ് ചെയ്യാം. ലൈക്ക് എൻ്റെ യൂട്യൂബ് പറഞ്ഞ ഇതൊക്കെ കാണുന്നത് ഫ്രം ദ $1 billion that AI generated ads, like, and there are fun stuff too, like Squid Game 3, but like AI related stuff, nothing event, like a code future of coding, or okay, like nothing headphones 1 review. So it's like I don't watch it because padikkanam. I watch it because I have fun doing it. It was literally when I was discovering YouTube, that's one place I had really fun. Maybe I use YouTube for education and podcasts. Maybe we have fun watching it. Like I said, I watched a lot of podcasts. Think School. I never seen a kid my age watch Think School, right? Like when I show them, they're bored, right? I thought other people will be interested. Like other channels, Mohak Mangal, all those channels. And the chirikide.
No, day for yesterday I asked you to watch a movie, video. He is like, it's boring. Yeah, it's boring. That some stuff are boring for me, like SQL databases. I like, Papa, okay, I'm cool, I'm an AI, I'm this. But some things are boring. Yes. For me, see, I'm still a kid. And finances, some things are boring. So when it comes Finance to stuff personal also I finance, watch. That's another thing. But like the thing is that's even political stuff. I watch it. But the thing is that I like when it gets too that or too like I want it to be presented in a way, right? And that is the presentation I take and present it in a fun way on my YouTube marketing or my Insta, right? Like Take reference. like I നമ്മുടെ LMS want take reference. I want that boring stuff to be shown fun. Like bore അടിക്കാതെ ഉറക്കം വരാതെ. That is what my aim is, right? നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോയി ഇടയ്ക്ക്. ദിസ് തിങ് ആഫ്റ്റർ ഈ സ്റ്റുഡൻസിൻ്റെയും കുട്ടികളുടെയും കാര്യം പറയുന്നത് അപ്ബ്രിങ്ങിങ് വരുന്ന മേജർ ഒരു പ്രോബ്ലം ഇതായിരിക്കും. കാരണം ദിസ് സംതിങ് ഐ ബിലീവ് ഇൻ. നമ്മുടെ കുടുംബത്തിലെ സന്തോഷമായിരിക്കണം എപ്പോഴും നാട്ടുകാരുടെ സന്തോഷത്തേക്കാൾ വലുത്. ഇതാണ് പല പേരൻസും കുട്ടികളും തമ്മിലൊരു ബന്ധമില്ലാതെ പോകുന്നതിൻ്റെയും അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെയും അല്ലെങ്കിൽ ആ റിബലായി മാറുന്നതിൻ്റെയും ഏറ്റവും വലിയൊരു കാരണമായിട്ട്. കാരണം സന്തോഷമുള്ളൊരു ഫാമിലിയും അല്ലെങ്കിൽ ഫാദർ അല്ലെങ്കിൽ പേരൻസും കുട്ടികളും തമ്മിലുള്ള ഒരു ബന്ധം വേണമെങ്കിൽ ചെയ്യേണ്ട ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. സ്വന്തം മക്കളുടെ സന്തോഷം നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയും സന്തോഷത്തിൻ്റെ മുകളിൽ വെച്ചാൽ തീരാവുന്ന പ്രശ്നം ഈ നാട്ടിലുള്ളൂ. തീർച്ചയായും എന്ന് വെച്ചാൽ ഞാൻ നല്ല ബുദ്ധിമുട്ടിയാണ് ഇവനെ വളർത്തിയത്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലാണെങ്കിലും അത്. ബട്ട് എൻ്റെ ഓരോ ബുദ്ധിമുട്ടും ഐ ടോൾഡ് ഹിം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യമാണെങ്കിലും ഫിനാൻഷ്യൽ കാര്യമാണെങ്കിലും എൻ്റെ ഹെൽത്തിൻ്റെ കാര്യമാണെങ്കിലും ഐ കീപ്പ് ഹിം അപ്ഡേറ്റഡ്. കാരണം ഇച്ചിരി കണ്ട് അവൻ എന്നോട് ചോദിക്കരുത് എന്തുകൊണ്ട് എനിക്ക് തന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് തന്നു. പേരൻസിനോട് I tell him I've been. We have that open relationship. That's ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് ഒരു That's കാര്യം actually a good thing. Like parents, father, son. like I feel I'm like the only kid out of all my friends that if a girl proposes to me ആദ്യം ഒന്ന് അപ്പൻ്റെ അടുത്ത് പറയാം അപ്പ ഇത് ഞാൻ നോ എന്ന് പറയാ. എന്നിട്ട് അപ്പൻ എന്ത് പറയാം? അതാണ് എനിക്കറിയേണ്ടത്. അപ്പ എന്താ പറയാ അപ്പ പറഞ്ഞു. ഞാനതിപ്പോൾ പറയുന്നില്ല. ഇറ്റ്സ് ലൈക്ക് മോസ്റ്റ്ലി അപ്പ ഇത് എടാ വേണം ചെയ്തു ബട്ട് ട്രൈ ടു ഫോക്കസ് ഓൺ യുവർ കരിയർ. എൻ്റെ നിനക്ക് കഥ അറിയാലോ. ലിറ്ററലി ഇതിപ്പോ എന്റെ ഇമേജ് ആണല്ലോ പോകുന്നത്. സീ ഊണോ റിവേഴ്സ് റിഗ്രറ്റ് കോളിംഗ് മീ. സോ അവർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി നമ്മൾ കുറേ കഥ പറഞ്ഞു. അപ്പം ഇങ്ങനെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ബെറ്റർ ആവും എന്ന് തോന്നുന്നു. നമ്മള് Ask him the same question. What do you feel in 2013 how the classrooms will look like? യെസ് എന്നാ Let's see his point of view. Okay. മറ്റേത് കാണണമെങ്കിൽ മറ്റേ പോഡ്കാസ്റ്റ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കാണും. മൈ ഗോഡ്. അപ്പം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇപ്പം നെക്സ്റ്റ് 5 years ബൈ 2030 ഇപ്പം ഈ പറയുന്ന പോലെ AI ബേസ്ഡ് എഡ്യൂക്കേഷനാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ VR AR എല്ലാം വരുന്നുണ്ട്. സോ വാട്ട് വിൽ ബി ദ വേൾഡ് 2030 എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവിലും അതേപോലെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുറേ ഫോൾട്ട് എന്ന് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോഴത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലെ ഫോൾട്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ദ ഹോൾ തിങ് കോൺസെൻട്രേറ്റ്സ് ആൻഡ് റിവോൾവ്സ് അറൌണ്ട് മാർക്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ്. ഓക്കെ, നോട്ട് ഓൺ യുവർ ക്രിയേറ്റിവിറ്റി ഓർ യുവർ സ്കിൽ. Okay. വൈ ഡിഗ്രി. Correct. He also copied my answer. So this is where we have to concentrate on getting the better things out of a kid. Okay, their passion, what they like to do, and encourage that. The other negative thing about our current education system is the teachers. Okay, most of the answers, it depends on the teacher's mood, basically. Right? If they want to answer you or they don't want to answer, end of the day, they are also human beings. Okay, they might have bias on some kids and like some other kids also. So, അതൊരു വലിയൊരു പ്രശ്നമാണ്. But now education system is going to be globalized. It's globalized, but it's going to be more affordable and most kids would be able to have it in their reach. Whether it's Oxford or I think most of the universities are coming. Stanford, Harvard. They're coming in Kerala. If I'm not wrong, my father did MBA from IMT Ghaziabad. Yeah. Yeah, like online. So now the education system is going to be more affordable. Okay, you will be so like he said. I did my
MBA from IMT. So I had access to the best teachers who were working professionals. Okay, because they had experience and they were able to tell us what, not just working professionals, but very senior working professionals. So end of the day, they are the ones who can actually tell you what you're studying because they have real life experience. Okay, unlike teachers who come here and just teach you what is A square plus B square. അല്ലെങ്കിൽ ഒരു ബിസിനസ് എക്സ്പീരിയൻസും ഒരു നല്ല എക്സ്പോഷർ ഇല്ലാത്ത ഒരു ടീച്ചറിന് എങ്ങനെ ഇവിടെ MBA പഠിപ്പിക്കാൻ പറ്റും? Absolutely. That's the whole problem, right? നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? മെയിൻലി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ബൈ ഡിഗ്രി തുടങ്ങാനുണ്ടായ റീസൺ ഈ പറഞ്ഞ പോലെ ഒരു മാർക്കിൻ്റെ ബേസിലോ ഡിഗ്രിയുടെ ബേസിലോ അല്ല ഒരു കുട്ടിയുടെ കഴിവ് അളക്കേണ്ടത് എന്നുള്ളൊരു സാധനം. കാരണം എവരിബഡി ഈസ് ഹാവിങ് ഡിഫറെൻറ്റ് സ്കിൽസ്. അപ്പം ഈ പേരൻസ് മാർക്കിൻ്റെ ബേസിൽ മാത്രം അളക്കുകയും ചെയ്യും. ഈ കുട്ടികളുടെ സ്കില്ല് വെച്ചിട്ട് അവർക്ക് മുകളിലോട്ട് പോകണം എന്നുള്ള ഡ്രീംസിനെ കട്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. സോ ഇവിടെ ആണെങ്കിലും നമ്മൾ മെൻറ്റേഴ്സിനെ എടുക്കുമ്പോൾ പോലും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, വി വാണ്ട് അവർ സ്റ്റുഡൻസ് ടു ലേൺ ഫ്രം ദ എക്സ്പേർട്സ്. like our course. The expert kid is there. So അല്ല ലൈക്ക് ലിറ്ററലി ഈ ബിസിനസ്സിൻ്റെ കാര്യം എന്താണെങ്കിലും ദേ നീഡ് ടു ലേൺ ഫ്രം ദ എക്സ്പേർട്സ്. ഞാനിപ്പം ഓടുന്ന സമയം പപ്പ പറഞ്ഞ ഐ ലേൺ റണ്ണിങ്. ഐ വാസ് ഏബിൾ ടു റൺ 14 kilometers, 10 kilometers, meet PT Usha, all that. Because I learned from experts. He connected me with an expert. Paisa illada samayathu he connected me to an expert, right? Like we had to pay a fees, but like that was worth it, Yes, right? absolutely. See, that is why you have to take that steps, like our course. exactly, you are learning from the best. Like, Kid, you are it's learning not from just a about kid. the course. See, it's like you have to take those steps in life. Never stop learning. Yes, that's and it. just like പഠിച്ചുകൊണ്ട് മാത്രമേ ഇരിക്കുകയല്ല, പഠിക്കുന്ന കാര്യം ഉപയോഗിക്കുക. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ മാർക്സ്. ദാറ്റ്സ് സംതിങ് വി നീഡ് ടു ടോക്ക് അബൌട്ട്. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം, സോ ഇപ്പോൾ ഓരോ കേസിൽ ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് കേസ് പറയാം, ബിസിനസ് ഫീൽഡ് പറയുകയാണെങ്കിൽ ബിസിനസ്സിൽ ഞാൻ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ വാട്ട് ഐ ഡിഡ് റോങ്, വാട്ട് വെൻ റൈറ്റ്, ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അതാണ് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പം ബിസിനസ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ MBA പോലെ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്, പ്രാക്ടിക്കൽ ബിസിനസ്. ഇതിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സും CEOസും ആണ് ക്ലാസ് എടുക്കുന്നത്. സോ ഡ്രോപ്പ് ഷിപ്പിങ്ങിന് വരുമ്പോഴത്തേക്കും 1 CR 2 CR റവന്യൂ പെർ മന്ത് ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോഴ്സിന് ജനറേറ്റ് ചെയ്യുന്നവരാണ് ക്ലാസ് എടുക്കുന്നത്. സോ പീപ്പിൾ ആർ ലേണിംഗ് ഫ്രം ദ ബെസ്റ്റ്. ദ ചലഞ്ചിങ് പാർട്ട് ഈസ് പീപ്പിൾ ലേൺ ഫ്രം ദ ബെസ്റ്റ്, പക്ഷേ അവർ അപ്ലൈ ചെയ്യത്തില്ല. They just believe it, okay, we are learning it from the best, so we don't have to apply it. Okay, we become something. പേടിയാണ്. I mean, or too lazy. We are like ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മുടെ കോട്ടം എന്ന് പറഞ്ഞാൽ revamp your life financially, physically and mentally. If you are not physically strong, if you are not into physical activities, you can't be mentally tough. Like ഈ physical activities ഉണ്ടാകുന്ന കുറേ disciplines, the confidence we get, that sharpens our mind. ഇതിൻ്റെ അതൊരു കാര്യം കൂടെ ഉണ്ട്. Again, it's a controversial topic. Okay? It's religion. Okay? നമ്മൾ ചെറുപ്പത്തിലെ നമ്മുടെ പിള്ളേരുടെ മനസ്സിൻ്റെ അകത്ത് റിലീജിയൻ ഇടും. അപ്പം എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ പഠിക്കുന്നതെന്ന് വെച്ചാൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിക്കുന്നു എന്നാണ് ബൈബിളിൽ എഴുതി വെച്ചേക്കുന്നത്. ബട്ട് ആകാശം എന്ന് പറയുന്നത് സാധനം ഉണ്ടോ? ഓക്കെ, നമ്മൾ എങ്കിൽ പിന്നെ ബിഗ് ബാങ്ങും ഹൗ യൂണിവേഴ്സ് കെയിം ഇൻ ടു ബീങ് അതൊക്കെ പിന്നെ എവിടെയാണ് പോകുന്നത്? ഒന്നിലും നമ്മൾ ഇതുപോലുള്ള സ്റ്റോറീസ് പഠിപ്പിക്കുക. ഓക്കെ, ആ പഠിപ്പിക്കുമ്പോൾ നമുക്ക് പിള്ളേരുടെ ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നൊരു സാധനം നിർത്തുവാണ്. കിഡ്സ് നീഡ് ടു തിങ്ക് ക്രിട്ടിക്കലി, ക്വസ്റ്റ്യൻ എവറിത്തിങ്. ഓക്കെ, എന്നാലേ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ആൻഡ് യു ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഇപ്പോൾ ഇതുപോലൊരു സ്ഥലത്ത് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് സംബഡി തോട്ട് ക്രിട്ടിക്കലി ബിഫോർ അസ്. ഈ വെദർ ഇറ്റ്സ് യുവർ ഗ്ലാസ്, വെദർ ഇറ്റ്സ് യുവർ മൊബൈൽ, വെദർ ഇറ്റ്സ് യുവർ മൈക്ക്, ദേ പുഷ് ദെയർ ലിമിറ്റ്സ്. ഓക്കെ, അതല്ലാതെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി മഴ പെയ്യുന്നത് ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ മേളിൽ നിന്ന് ആരെങ്കിലും വെള്ളം ഒഴിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോഴാണ് ദൈവം ഇടിവിടുന്നത്. ഇങ്ങനെയൊക്കെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചിട്ട് പിള്ളേരുടെ മനസ്സിൻ്റെ അകത്ത് മതം മാത്രമാക്കി ഇട്ടുമ്പോഴത്തെ ആ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നൊരു സാധനം മാറുന്നുണ്ട്. മെയിൻലി ഇപ്പം നമ്മൾ ഈ വർഗീയത ദിവസം ഈ പരിപാടികളെല്ലാം കഥ പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഒരു കൊച്ചുകുട്ടിയെ മനുഷ്യരുടെ വേർതിരിവ് പഠിപ്പിക്കുന്നത് പേരൻസ് തന്നെ, അവരുടെ വീട്ടുകാർ തന്നെ. കാരണം ലിറ്ററലി ദേ സേ ദാറ്റ് മേത്തന്മാർ, അച്ചായന്മാർ, നായന്മാർ, ദിസ് ഈസ് ദ തിങ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഹ്യൂമൻസ് എന്നുള്ളതല്ല, ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അത് പേരൻസ് മാത്രമല്ല, നമ്മുടെ ആ ക്ലോസ് സൊസൈറ്റി അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ പഠിപ്പിക്കുന്ന വെളുപ്പും കറുപ്പും ഒക്കെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു
കറുത്തൊരു അമ്മയ്ക്ക് വെളുത്തൊരു കൊച്ചുണ്ടെങ്കിൽ വെളുത്ത കൊച്ചിന് എൻ്റെ അമ്മയുടെ അടുത്ത് പോകത്തില്ല, കാരണം അമ്മ കറുത്തതായതുകൊണ്ട്. കൊച്ചു അമ്മയുടെ നിറമാണ് നോക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ അവരുടെ ബോഡി വെച്ചിട്ടാണോ നോക്കുന്നത്, അതോ നമ്മുടെ ഇഷ്ടം കൊണ്ടാണോ നോക്കുന്നത്? ഇതൊന്നും റോക്കറ്റ് സയൻസ് അല്ല. ദീസ് ആർ നോട്ട് റോക്കറ്റ് സയൻസ്. ഇപ്പം തന്നെ ഇപ്പോൾ 2 മതത്തിലുള്ള ഒരാൾ, അവർ മോസ്റ്റ്ലി മതമാണോ സംസാരിക്കുന്നത്, അതാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പാണോ സംസാരിക്കുന്നത്? Like എൻ്റെ 3 best friends are Hindu and Muslim. ഐ മീൻ അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. യു ഡോണ്ട് നീഡ് ടു സേ ദാറ്റ്. Like we don't see which religion and all. Yeah. നമുക്ക് നമ്മൾ ഇവിടെ നമ്മളെല്ലാം കുറ്റം പറയും, വർഗീയതയെ കുറ്റം പറയും, ഇതിനെ കുറ്റം പറയും, അതിനെ കുറ്റം പറയും, മതങ്ങളെ കുറ്റം പറയും. പക്ഷെ ഇതെല്ലാം ഒരാളെ പഠിപ്പിക്കുന്നത് അവൻ്റെ വീട്ടിൽ നിന്നാണ്, പുറത്തൊന്നുള്ള ആളല്ല. അല്ല, നമ്മുടെ നോട്ട് അഡ്മിറ്റഡ് എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ചെറുപ്രായത്തിൽ നടന്നിരുന്ന കാര്യങ്ങളാണ്. അവരത് പിന്നെ ഫോർവേഡ് ഇത് ചെയ്യും. അതിൻ്റെ ഒന്നും കാര്യമില്ല. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് മുന്നോട്ട് പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഈസി. ഇത് ഇപ്പോൾ വലിയ റോക്കറ്റ് സയൻസ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നമുക്ക് ഒരുമാതിരി എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. ഞാൻ എല്ലാ സ്ഥലത്തും നല്ല പറയുന്നത് ഇന്ത്യയിൽ, ബട്ട് മോസ്റ്റ്ലി ഓൾ ഓഫ് us കേരളത്തിലുള്ള ഇവിടെ എല്ലാവർക്കും എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഇൻ്റർനെറ്റ് ഉണ്ട്, ഫുഡുണ്ട്, വെള്ളമുണ്ട്, ഓക്കെ, റോഡുണ്ട്. ഓക്കെ, ഇതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. 3 എയർപോർട്ടും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇഫ് യു ആർ കേപ്പബിൾ ഇൻ സംതിങ്, എനിത്തിങ്. അതിപ്പോൾ തലമുടി വെട്ടുന്നതാണെങ്കിലും, ഓക്കെ, ഇപ്പോൾ സുബിനൊരു തലമുടി വെട്ടുന്ന ആളാണ്. ആ തലമുടി വെട്ടിക്കുന്നത് നല്ല രീതിയിൽ വെട്ടുന്ന എങ്ങനെയാണെന്ന് നമുക്ക് ചാറ്റ് GPT ചോദിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ ചോദിക്കാവുന്നതേ. അത് നാളെ നിങ്ങൾ 2 പേരുടെ അടുത്ത് നല്ല രീതിയിൽ വെട്ടുവാണെങ്കിൽ യു വിൽ ബി സ്റ്റാർ ഓഫ് ദാറ്റ് പ്ലേസ്, റൈറ്റ്? അത് ഏതൊരു ഗാർഡനിങ് ആണെങ്കിലോ, നേഴ്സ് ആണെങ്കിലോ, ഡോക്ടർ ആണെങ്കിലോ, എന്തൊരു ഇതാണെങ്കിലും യു ക്യാൻ ഡു ദാറ്റ്. അത് ഇറ്റ് ഡസൻ മീൻ യു ഹാവ് ടു ബി ദ ബെസ്റ്റ് ഇൻ ദാറ്റ്. ഓക്കെ, നിങ്ങൾക്ക് നല്ല സാധനങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടും. അത് പഠിച്ചു വന്നിട്ട് യു വിൽ ബി യുണീക്ക് ഇൻ സം. ലൈക്ക് വി സെഡ് ഇൻ അവർ പോഡ്കാസ്റ്റ്, AI റീപ്ലേസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇപ്പം you should be replaceable, you should be having the right skill, and you should learn how to use AI. Correct. You should, and AI is very helpful. Like ഏതൊരു ഫീൽഡിലും AI is right there. ഓക്കെ, നിങ്ങൾക്ക് പണ്ടൊരു PA വെച്ചിട്ട് ചെയ്യുന്ന കാര്യം അല്ലേ നിങ്ങളുടെ കമ്പനിയിൽ മാർക്കറ്റിങ്, സെയിൽസ്, കസ്റ്റമർ സർവീസ്, ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം കൂടെ ഒരു 100-105 പേരെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് 15 പേരുടെ ടീമേയും കൊണ്ട് നല്ല സുഖമായിട്ട് ചെയ്യാവുന്നതാണത്. Okay, if you have a few good people with you, so it reduces your cost. ഇനിയിപ്പോൾ വന്ന ജോലി പോകുമെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ടെക്നോളജി അറിയാൻ പായതവരുടെ ജോലി പോകും. ഓക്കെ, വി നീഡ് ടു നോ, നമുക്ക് അടുത്ത ലെവലിലോട്ട് പോയാലേ പറ്റത്തുള്ളൂ. The world is becoming competitive also. Yes, but parents also don't realize this. That's the thing. I don't believe technology അറിയാൻ പറ്റാത്ത ആൾക്കാരുടെ ജോലി പോവും, but rather I feel like people see, obviously they have to be ready to improve. If for example agriculture, that's not related to tech, but even there they needed to know about tractor, right? It helps them process faster, so they can have the land, they'll still be growing, but they'll be earning much less money. They'll not be losing their jobs. AI is not going to lose jobs, but they'll be earning much less from a person who has a tractor. See the difference, right? That's what I believe. Not only that, Rahul, in agriculture sector, everywhere technology is needed. Yeah, everywhere. I'm just giving an example. No, what I'm saying is, whether it's a tractor, whether it is a seed, okay, where you're getting that seed, how it is genetically modified, all those things matter. അത് അതിൻ്റെ അകത്തുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുക. ഫോർ എക്സാമ്പിൾ മോഡേൺ മെഡിസിനകത്താണെങ്കിലും ഇറ്റ് ഈസ് ബിക്കമിങ് ബെറ്റർ. കാരണം നമുക്ക് വി ആർ ബീങ് വെരി സ്പെസിഫിക്. ഇന്ന ക്യാൻസറിന്, ഏത് ക്യാൻസർ അല്ല, ഇന്ന സ്കിന്നിൻ്റെ ക്യാൻസറിന് ഇന്നതാണ് അതിൻ്റെ എഫക്ട്സും അതിൻ്റെ സൈഡ് എഫക്ട്സും, ഹൗ യു ക്യാൻ ക്യൂർ ഇറ്റ്. ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ്. നമ്മൾ അത്രയും ക്ലോസ് ആവുന്നുണ്ട്. AI ഈസ് സോർട്ടിങ് ഔട്ട് എ ലോട്ട് ഓഫ് തിങ്സ് റൈറ്റ് നൗ. സോ AI ഉപയോഗിക്കുക, യു ക്യാൻ ബി എനിത്തിങ്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഒരു 10 വർഷം മുമ്പേ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് മെൻറ്ററിന് അല്ല കോച്ചിന് പറഞ്ഞു തരാൻ പറ്റാത്ത കാരണം ഇന്ന് ഏതൊരു കോച്ചിനും ചാറ്റ് GPT വെച്ചിട്ട് അത് കിട്ടും. കൈസിന് ഫിംഗർ ടിപ്പ്. ഇത്രയും നോളജ് നമ്മൾ ആദ്യം ചെയ്യുന്ന ചാറ്റ് GPT. എക്സാക്ട്ലി, ഇറ്റ്സ് റൈറ്റ് നിയർ ഫിംഗർ ടിപ്പ്. You don't even have to type. That's കാരണം എനിക്ക് ടൈപ്പ് ചെയ്യുന്ന ഇഷ്ടമല്ല. വോയിസ്, hey chat GPT.
പണ്ടത്തെ Everything പോലെ is now. ഐ ദിസ് ഈസ് മീ എന്നല്ല പറയുന്നത്. Yeah. എന്ത് Right. Hey guys, what's up? Yeah. Okay, if you want to make it into a PDF, give it. Okay, if you want to make it think like I do, make it does. Yeah, it's We are at that amazing. age. Yeah, that's a good thing. So before we wind up the podcast, the last question will be like 2 tips for parents. കാരണം ഇപ്പം ഞാൻ നേരത്തെ Should I be the one giving it? സ്റ്റുഡൻസ് വരുമ്പോഴത്തേക്ക് അവർ ഇൻട്രസ്റ്റഡ് ആയിട്ട് വരും. ദേ വാണ്ട് ടു ലേൺ ദിസ് പെർട്ടിക്കുലർ സ്കിൽ ആൻഡ് ദ പേരൻസ് ആർ ready to pay lakhs of rupees for a useless college degree, but they are not willing to pay thousands of rupees. കാരണം നമ്മളിപ്പോൾ ഇത് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ആദ്യ ഡിസ്കഷനിൽ കോഴ്സിൻ്റെ കാര്യങ്ങളും പ്രൈസിങ് ഇട്ടപ്പോഴത്തേക്കും നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്. വി ക്യാൻ കോട്ട് ഹയർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ലെറ്റ്സ് മേക്ക് ഇറ്റ് അഫോർഡബിൾ ടു ദ പീപ്പിൾ ഫസ്റ്റ്. കാരണം അത്രയും അഫോർഡബിൾ ആയിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടും പേരൻസ് ആർ നോട്ട് വില്ലിംഗ് ടു സ്പെൻഡ് ദാറ്റ് എമൗണ്ട് ഫോർ സംതിങ് ദാറ്റ് ക്യാൻ മേക്ക് മില്യൻസ് ഓഫ് ദ കിഡ്. സോ അങ്ങനെയുള്ള ഒരു പേരൻസിൻ്റെ അപ്രോച്ചിനോടും വാട്ട്സ് യുവർ അഡ്വൈസ്? മേ ബി വാട്ട് being a successful parent, Successful. rock star. See, no matter what you tell parents, they are not going to change. ഞാനും പറഞ്ഞൊക്കെ രണ്ടൊക്കെ ട്രൈ ചെയ്ത്. The easiest thing to do is guide your kids. Don't teach your kids. Okay, and let the best person who knows the subject teach your kid. You try your best not to get inside. It's you treat your kids like your friends. Just talk to them. Let them They know are what making 30,000 rupees a month. How can they teach their students not to go after their dreams? Exactly. See, if you That's follow your hypocrisy. passion, then don't follow money, because money will automatically come, right? But they were never taught how to follow their passion. Yeah, That's the main thing. Yeah, that's the main thing. So, I mean, the answer to that is simple. Let your kids follow what they want. That doesn't mean that, if they are into drugs, encourage drugs. Okay. Yeah, you have to say that. Like, comment വരാൻ പോകുന്നതായിരിക്കും. Yeah. See, അതിന്റെ കൂടെ കുറവുള്ളൂ. See, why? Comment അടിപൊളിയൊക്കെ ആയിരിക്കും. I am waiting for the comment section. ഡോറ ബുജി അല്ല, വേറെ ഇതായിരിക്കും. No, when do anybody go for something that is addictive? Because when they are not getting it from some other place, right? ഇപ്പം ഒരു കോളേജിൽ പോകുമ്പോഴത്തേക്കും അവരുടെ ഒരു പാഷന് പുറകെ പോകാൻ അവർക്ക് പറ്റിയില്ല, സ്റ്റുഡൻസിന് പറ്റിയില്ല. അവരുടെ ആണ് ഹൈ ഇരിക്കുന്നത്. അത് കിട്ടാത്ത ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് they want to find other highs. നമ്മുടെ We can't blame system, students. yeah, നമ്മുടെ സ്കൂൾ സിസ്റ്റം ഒക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. Parents are responsible for their kid using drugs. ഞാൻ മിനിഞ്ഞാന്ന് ഒരു കുട്ടി മരിച്ചില്ല പാലക്കാട്. അവിടുത്തെ കാര്യങ്ങൾ കേട്ടായിരുന്നു. അവിടെ പറഞ്ഞ കാര്യമാണ്, സ്കൂൾ എപ്പോഴും ഷഫിൾ ചെയ്യും, പിന്നെ പിള്ളേരെ ഫെയിൽ ആവുകയാണെങ്കിൽ താഴോട്ട് ഡിമോട്ട് ചെയ്യും, പിന്നെ കാലെ പിടിപ്പിക്കും. ഇതൊക്കെയായിരുന്നു. ഷഫിൾ ചെയ്യുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല. വല്ലപ്പോഴും പിള്ളേർക്ക് ഷഫിൾ ചെയ്യാൻ ദേ നീഡ് ടു നോ ദ ടഫ് തിങ്. ബട്ട് അറ്റ് ദ സെയിം ടൈം പക്ഷെ അല്ലാതെ എല്ലാ 2 മാസം ഷഫിൾ ചെയ്യുന്ന ഇസ് ലൈക്ക് തോന്നിയ മാസമാണ്. ഓക്കെ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്കൂളിൽ വളർത്തുന്നത്? നിങ്ങൾ റോബോട്ട്സിനെയാണോ വളർത്തുന്നത്? നിങ്ങളെന്താ വേലക്കാരെയാണോ വളർത്തുന്നത്? വേലക്കാരെ പോലും അങ്ങനെയല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. യു ഡോണ്ട് ഡു ദാറ്റ്. നമ്മൾ വി നീഡ് റെസ്പോൺസിബിൾ സിറ്റിസൻസ് ഹു നോസ് വാട്ട് ദേ നീഡ്, വാട്ട് ദെയർ കിഡ്സ് നീഡ്, വാട്ട് അവർ എക്കണോമി നീഡ്സ്. നമുക്ക് കിട്ടുന്ന സാധനം നമ്മുടെ സമൂഹത്തിന് തിരിച്ചു കൊടുക്കാൻ കൂടെ പഠിക്കുക. ഇറ്റ് വിൽ ബി സോർട്ടഡ്. ഇതൊന്നും റോക്കറ്റ് സയൻസ് അല്ല. ഇതിനൊന്നും വലിയ മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ ഒന്നും വേണ്ട. ഇതൊക്കെ ബേസിക് കോമൺ സെൻസ് ആണ് വേണ്ടത്. You have tips for parents? I have no tips. I'm not a parent. Okay. I don't think I'll be the best. Okay. But So see, it is- I'll tell you what I'll do as a parent. I'll do what he kind of did. Give them a little bit of freedom, but guide them. That's it. Support them. ലിറ്റിൽ ബിറ്റ് ഓഫ് ഫ്രീഡം. So he's- It's dad- not like dad is full- his hero. Means like, adala, see, it's not like I'll lock them up or anything like that. I'll give him the freedom that he has given me. And I'll also support them and guide them. That's what I told you. If I become a parent, that's it. Rahul, that's what I told you. Don't do what you learned from me. Let them do what they മൊത്തം പഠിക്കണം. അതിനാദ്യം ഞാൻ പേരന്റ് ആട്ടെ, എന്നിട്ട് നോക്കാന്ന്. പേരന്റ് ആട്ടത്. അതാണ് അവന് ഫസ്റ്റ്. So it was nice, like a wonderful conversation, wonderful podcast, and thank you so much, guys, for coming. Appreciate it. Thank you. Okay. Guys, so do yum. watch, do subscribe, do Do let join the us know in the course. comments. Do I'm join waiting the for the course. comments. So if you like the contents and if you will want to have more guests in the podcast, do let me know in the comments. And thank you so much for watching.